നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. എല്ലാ മഴക്കാലത്തെയും പോലെ ഇത്തവണയും മുല്ലപ്പെരിയാർ പേടിപ്പിക്കുകയാണ്. 129 വർഷം പഴക്കമുള്ള ഡാം പൊട്ടിയാൽ 40 ലക്ഷം ജനങ്ങളെ ബാധിക്കുമെന്ന യാഥാർത്ഥ്യം അറിയാമെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ സംസ്ഥാന സർക്കാർ. 2014 തമിഴ്നാടിന് അനുകൂലമായ സുപ്രീം കോടതി വിധിക്ക് ശേഷം അനുകൂലമായി ഒന്നും നേടിയെടുക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും ആശങ്ക വേണ്ടെന്ന് ജനങ്ങളോട് പറയുന്ന മുഖ്യമന്ത്രി പോലും മുൻ വാക്കുകൾ വിഴുങ്ങുകയാണ്. മുല്ലപ്പെരിയാർ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ചങ്ങല പിടിച്ചവർ അധികാരത്തിലെത്തിയിട്ടും നിയമക്കുരുക്കുകളിൽ നിന്ന് ജനങ്ങളുടെ ആശങ്കയകറ്റാൻ കഴിഞ്ഞിട്ടില്ല. ജലനിരപ്പ് 136 അടിയിലേക്ക് ഉയർന്നാൽ പോലും ഡാമിലെ വെള്ളം തുറന്നുവിടാൻ തമിഴ്നാടിന്റെ കനിവ് വേണമെന്ന ദുസ്ഥിതിയിൽ നിന്ന് കേരളത്തിന് എന്ന് മോചനം എന്നറിയാതെ ജനങ്ങൾ പകച്ചു നിൽക്കുമ്പോൾ ആരകറ്റും മുല്ലപ്പെരിയാർ എന്ന ആശങ്ക പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ മുല്ലപ്പെരിയാറിലെ ഹർജിക്കാരനായ ഡോക്ടർ ജോ ജോസഫ്, കോൺഗ്രസ് നേതാവ് ശ്രീ സേനാപതി വേണു, മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ചെയർമാനായ ശ്രീ ഷാജി പി ജോസഫ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ ജോ ജോസഫ്, ഇതെല്ലാ മഴക്കാലത്തും ഉള്ളതാണ്. മുല്ലപ്പെരിയാർ ഒരു വലിയ ആശങ്കയായി നിലകൊള്ളും. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒന്നും പേടിക്കേണ്ട എന്ന് സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് പറയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സർക്കാരിന്റെ നിസ്സഹായ അവസ്ഥയല്ലേ അവിടെ പ്രകടമാകുന്നത്? ഈ അവസ്ഥയിൽ സംസ്ഥാന സർക്കാരിന് നിലവിലുള്ള സുപ്രീം കോടതി വിധി പ്രകാരം എന്ത് ചെയ്യാൻ കഴിയും? ഇത് എല്ലാ വർഷവും മുല്ലപ്പെരിയാർ ഒരു വിഷമം, അതിൻ്റെ ഒരു പ്രശ്നം മഴക്കാലത്തോടനുബന്ധിച്ച് ഉണ്ടാകാറുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ വർഷം ഈ വയനാട് ദുരന്തത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളരെയധികം ആശങ്ക ജനങ്ങൾക്കുണ്ട്. അത് ജനങ്ങളെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവർ ചാനൽസിലാണേലും അതുപോലെ തന്നെ നെറ്റിലാണേലും ഒക്കെ ഈ ദുരന്തത്തിൻ്റെ ഡെപ്ത് കണ്ടാണ് ഈ സാധാരണക്കാരും ജനങ്ങളും. അതിൻ്റെ പുറകിലാണിപ്പം ഈ തുംഗഭദ്ര ഡാമിൻ്റെ ക്രസ്റ്റ് ഗേറ്റിന് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ മഴക്കാലത്തെ ഈ ആശങ്ക സാധാരണക്കാലത്തെക്കാളും വളരെ വലുതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ ലെജിസ്ലേറ്ററും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് എന്ത് ചെയ്യും എന്ന് ഉടനെ ഇപ്പം ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടുമായിട്ടൊരു ചർച്ച നടത്തി ഇത് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ജനങ്ങളുടെ ഭീതി അകറ്റാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുവാണ് ഇപ്പം ചെയ്യാവുന്നൊരു കാര്യം. ഡോക്ടർ ജോ ജോസഫ്, പക്ഷേ ഇതിൽ തമിഴ്നാടുമായിട്ട് ഒരു സമവായ ചർച്ച എന്നൊക്കെ പറയുന്നത് അത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആലോചിച്ചിട്ടുള്ള കാര്യവും ഇപ്പോൾ ഒരു 2 വർഷം മുൻപ് ഈ ഡിസംബർ മാസത്തിൽ എന്തോ ഒരു വലിയ ചർച്ച നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയും ചെയ്തതാണ്. പക്ഷെ അങ്ങോട്ടൊന്നും നടന്നില്ല. അതിനും കാരണമുണ്ട്. തമിഴ്നാട്ടിലും ഇത് വലിയൊരു വികാരമാണ്. 5 ജില്ലകളെ നേരിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാർ കേരളവുമായിട്ട് നല്ല ബന്ധത്തിലാണെങ്കിൽ പോലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ തൊടാൻ അവർ മടിക്കും. ഏറ്റവും ഒടുവിലായിട്ട് പുതിയ ഡാം പണിയണമെന്ന ആവശ്യവുമായി കേരളം കേന്ദ്ര സർക്കാരിനെ സമീപിച്ച സമയത്ത് MK സ്റ്റാലിൻ തന്നെ നേരിട്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ് കേരളത്തിൻ്റെ അപേക്ഷ പരിഗണിക്കരുത് എന്ന്. അപ്പോൾ പിന്നെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നുള്ള ഒരു സമവായ നിർദ്ദേശം അത് ഈ ഘട്ടത്തിൽ നടക്കുന്ന കാര്യമല്ല എന്നത് ഉറപ്പല്ലേ? പിന്നെ നിയമവഴികളാണ്. നിയമവഴികളിൽ ഇപ്പോഴുള്ള തടസ്സം എന്താണ്? താങ്കൾ സുപ്രീം കോടതിയെ സമീപിച്ചയാളാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ 2014 കേസ് തോറ്റതിനു ശേഷം എത്ര തവണ കൃത്യമായ രേഖകളുമായി സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്? താങ്കൾക്ക് അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാൻ പറ്റില്ലേ? താങ്കൾ പക്ഷേ കോടതിയിൽ പോയ സമയത്ത് കേരളത്തിന് അനുകൂലമായിട്ട് ചെറിയ രീതിയിലാണെങ്കിലും പോലും ഒരു ഇടക്കാല വിധി സമ്പാദിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാരിന് അത് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, സംസ്ഥാന സർക്കാർ 2014 കഴിഞ്ഞിട്ട് പിന്നെ കോടതിയിൽ പോയിട്ടില്ല. അവർ എൻ്റെ കേസിൽ എതിർകക്ഷിയുമാണ്. പക്ഷേ തമിഴ്നാട് 2014 ഒരു ഒറിജിനൽ സ്യൂട്ട്, ഒരു OS ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ഫയൽ ചെയ്ത OSൽ വളരെ റീസെൻ്റായിട്ട്
സംസ്ഥാന സർക്കാർ ഈ കരാർ പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഫലം കാണുമെന്നുള്ളത് നമുക്ക് തീർച്ച പറയാനൊക്കെയല്ല. എന്തായാലും അത് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പം എമർജൻസി ആയിട്ടും അർജൻറ്റുമായിട്ടും ജനങ്ങളിപ്പോൾ എങ്ങനെയാണ് ഈ ജനങ്ങൾ ഇത് ഭീതിയിലായത്? 1979 സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് അത് ആദ്യമായിട്ട് പറയുന്നത് ഈ ഡാം അപകടത്തിലാണെന്ന്. ഈ ഡാം അപകടത്തിലാണെന്ന് പറയുകയും ഒരു പുതിയ ഡാം പണിയണമെന്ന് പറയുകയും അതിനുള്ള സ്ഥലം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്ത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. അപ്പോൾ അതിൽ നിന്ന് അവർ പുറകോട്ട് പോയിട്ട് പറഞ്ഞു ഉള്ള ഡാം തന്നെ ബലപ്പെടുത്തിയാൽ മതി, അതിനുള്ള കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് ജനങ്ങളായിട്ട് ഉണ്ടാക്കിയ പ്രശ്നമല്ല. അപ്പോൾ തുടങ്ങുന്നത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. പിന്നെ അത് കഴിഞ്ഞ് പല കാര്യങ്ങൾ കേരള സർക്കാരാണെങ്കിലും ഇപ്പം അസംബ്ലി പിന്നെ ഈ ഡാം സേഫ് അല്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ ഒരു ബില്ല് പാസ്സാക്കി, കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ ആക്ട് എന്നാണ് തോന്നുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് കേരള സർക്കാർ തന്നെ IIT റൂർക്കി, IIT ഡൽഹി കൊണ്ട് പഠിപ്പിച്ച് ഈ ഡാം സേഫ് അല്ല എന്നുള്ള റിപ്പോർട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും? ഇത് അവരെ ഉണ്ടാക്കിയതല്ല, അവർ പറഞ്ഞതല്ല. ഇത് ഡാം അൺസേഫാന്നുള്ള കാര്യം ജനങ്ങളായിട്ട് പറഞ്ഞതല്ല. പല സർക്കാരുകൾ, കേന്ദ്ര സർക്കാരും കേരള സർക്കാരുമായിട്ട് അവരെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യമാണ്. അതിൻ്റെ പുറത്താണിപ്പോൾ ഈ വയനാട് ദുരന്തവും ഈ തുംഗഭദ്രയിൽ ഡാമിലുണ്ടാക്കുന്ന കാര്യമൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും സർക്കാർ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ഈ പേടിയില്ലാതെ ജീവിക്കുക, ഭയമില്ലാതെ ജീവിക്കുക എന്നുള്ള ജനങ്ങളുടെ അവകാശമാണ്. സർക്കാർ അത് തീർച്ചയായിട്ടും പിന്നെ ജനങ്ങളുടെ കോൺഫിഡൻസ് കിട്ടുന്ന എന്തെങ്കിലും ഒരു മെഷർ എടുത്തേ പറ്റുള്ളൂ. ഇത് വളരെയധികം ഭീതിയാണ്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു രാഷ്ട്രീയമല്ല. ഇത് രാഷ്ട്രീയമോ അല്ലെ വേറെ ഒന്നുമല്ല. ജനങ്ങൾ ആക്ച്വലി പേടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം എറണാകുളത്തൊക്കെ തന്നെയാണേലും അല്ലെ ഇടുക്കിയിലാണേലും ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഉള്ളിൽ ഭയമുണ്ട്. അപ്പം ഞാനൊരു ക്യാമ്പയിൻ തുടങ്ങുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെജിസ്ലേറ്ററൊക്കെ ഇതിൻ്റെ അകത്ത് ഉത്തരവാദി തന്നെയാണ്. ഈ ലെജിസ്ലേച്ചറാണ് ഇത്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ കാണാം, ഈ അസംബ്ലി, കേരള അസംബ്ലി ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കീഴിലായിരുന്നെങ്കിൽ, അല്ലെ കേരള മന്ത്രിസഭ ഇതിൻ്റെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കീഴിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗതി ഉണ്ടാകുകയില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പല സ്ഥലത്തും നമുക്കിത് കാണാവുന്നതാണ്. അത്രയൊന്നും പോയില്ലേലും ഒരു പിന്നെ ഈ ഭീതി മാറുന്നവരെ, അല്ലെ ഈ മഴക്കാലം മാറുന്നവരെയെങ്കിലും ഈ നമ്മുടെ 140 MLA-മാരുണ്ടല്ലോ, അവർ 2 ദിവസം വെച്ച് മുല്ലപ്പെരിയാറിൻ്റെ താഴെയോ ഈ ചപ്പാത്തിലോ വള്ളക്കടവിലോ അവിടെ 2 ദിവസം വെച്ച് അവർ സ്പെൻഡ് ചെയ്യട്ടെ, അവർ നിൽക്കട്ടെ. അപ്പോൾ ജനത്തിന് ഇതൊരു കോൺഫിഡൻസ് കൊടുക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കളി കൈവിട്ടു പോകും. കാര്യം ഇപ്പം ഇനി മുല്ലപ്പെരിയാറെന്ന് മാത്രമല്ല, ഇടുക്കി ഡാം, ബാക്കി എല്ലാ കേരളത്തിലെ എല്ലാ ഡാമും ഇനി ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രക്ഷോഭം വരാൻ പോകുന്നത്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് സർക്കാരാണ് നേതൃത്വം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ലെജിസ്ലേറ്റർ അവർ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കിൻ്റെ അകത്ത് മാറി നിൽക്കാൻ പറ്റില്ല. അവർ ബില്ല് പാസ്സാക്കുകയും ഈ ജനങ്ങളിൽ ഈ ഭീതി ഉണ്ടാക്കുന്നതിൽ ഒരു പങ്ക് അവരും വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ട് ഡോക്ടർ ജോ ജോസഫ്, ഈ കേരള സർക്കാർ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ 2006 ഒരു നിയമം തന്നെ പാസ്സാക്കിയതാണ്. കേരള സർക്കാർ തന്നെ നിയമസഭയിൽ ഒരു നിയമം പാസ്സാക്കിയതാണ്. പക്ഷേ ആ നിയമത്തെ 2014 സുപ്രീം കോടതി എടുത്തു കളഞ്ഞു, നള്ളിഫൈ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ഡാം സേഫ്റ്റി നിയമം അത് സംസ്ഥാന സർക്കാരിന് കൊണ്ടുവരുവാനുള്ള ഭരണഘടനാപരമായ അവകാശമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതുമാത്രമല്ല മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടിയിൽ നിജപ്പെടുത്തിക്കൊണ്ട് ആ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. അത് സാധ്യമുള്ള കാര്യമല്ല എന്നും സുപ്രീം കോടതി കണ്ടെത്തി 2014. പിന്നെ ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കാൻ സംസ്ഥാന സർക്കാരിന് പരിമിതി ഇക്കാര്യത്തിലുണ്ടല്ലോ. പിന്നെയുള്ളത് താങ്കൾ പറഞ്ഞു ജനപ്രതിനിധികളെ അവിടെ കൊണ്ട് താമസിപ്പിക്കട്ടെ എന്ന്. ഇപ്പോൾ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ, അദ്ദേഹം ഇടുക്കിക്കാരനാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ഈ വൈകാരികമായ കാര്യങ്ങൾക്കപ്പുറമായിട്ട് നിയമപരമായി കേരളത്തിന്റെ മുന്നിൽ എന്താണോ ഉള്ളത് എന്നതിന്റെ സാധ്യതകൾ സംസ്ഥാനം പരിശോധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. 2014 ശേഷം കേരളം എന്ത് ചെയ്തു എന്ന്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സേനാപതി വേണു, ഇന്ന് ഡീൻ കുര്യാക്കോസ് ഇടുക്കി MP അദ്ദേഹവും വൈകാരികമായ രീതിയിൽ തന്നെ പ്രതികരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ജലവിഭവ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ സംസാരിക്കുന്നത് തമിഴ്നാടിന്റെ സ്വരത്തിലാണെന്നാണ്. കാരണം തമിഴ്നാട് എന്താണോ പറയുന്നത് ആ കാര്യങ്ങൾ ഏറ്റുപറയുകയാണ് ജലവിഭവ മന്ത്രി എന്ന്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കടന്നു വരുന്നു ഈ വിഷയത്തിൽ? അല്ല,
2012 മുല്ലപ്പെരിയാർ മുതൽ കൊച്ചി, അതായത് നമ്മുടെ ഹൈക്കോർട്ട് ജംഗ്ഷൻ വരെ മനുഷ്യ ചങ്ങല പിടിച്ചതാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. അന്ന് അതിന്റെ ഒരു സൈഡിൽ പിണറായി വിജയനും അതുപോലെ തന്നെ VS അച്യുതാനന്ദനും. അപ്പോൾ പ്രതിജ്ഞയെല്ലാം ചൊല്ലിക്കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം അത്യന്തം അപകടകരമാണ്, ഇത് എത്രയും പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ഡാം വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുല്ലപ്പെരിയാറിന്റെ താഴെ വള്ളക്കടവ് മുതൽ എറണാകുളം വരെ മനുഷ്യ ചങ്ങല പിടിച്ച ആളുകൾ അവരധികാരത്തിൽ വന്ന് 2012 ശേഷം 12, 10, 22, 12 കൊല്ലം കഴിയുമ്പോൾ അവർ പറയുകയാണ് ഡാം സുരക്ഷിതമാണ് എന്ന് അവർ പറയുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോ ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് സത്യം തുറന്നു പറയട്ടെ, എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മുമ്പ് മനുഷ്യ ചങ്ങല പിടിച്ചു, സമരം ചെയ്തു, എന്താ പറഞ്ഞേ, പൊട്ടരുതേ പൊട്ടരുതേ എന്നൊക്കെ പറഞ്ഞ് VS അച്യുതാനന്ദന്റെ അന്നത്തെ അട്ടഹാസങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് അത്രയും വലിയ സമരങ്ങൾ ഈ കേരളത്തിൽ നടത്തി ആ സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകൾ അവരിപ്പോൾ പറയുന്നു ഈ ഡാം സുരക്ഷിതമാണ് എന്ന് പറയാനുള്ള കാരണം എന്ത് എന്നുള്ളത് അത് ആദ്യമായി ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ വളരെ പെട്ടെന്ന് ചർച്ച ചെയ്യാൻ കാരണം, ഒന്ന് വയനാട്ടിലുണ്ടായ എന്താ പറഞ്ഞ ദുരന്തവും പ്രളയ ദുരന്തവും അതോടൊപ്പം തന്നെ തുംഗഭദ്ര ഡാമിന്റെ 19ാമത്തെ ഗേറ്റ് തകർന്ന് അവിടെ ബാക്കിയുള്ള 33, 32 ഗേറ്റുകൾ തുറന്നുവിട്ട് ഈ ജലത്തിന്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടി എടുത്ത നടപടിയും അതാണ് ഇപ്പോൾ നമ്മളെ പെട്ടെന്ന് ഉത്കണ്ഠപ്പെടുത്തുന്നത്, ഭയപ്പെടുത്തുന്നത്. അപ്പൊ ഏതായാലും ഇടുക്കിയിലെ ജനങ്ങൾ മാത്രമല്ല, ആ ഡാമിന് താഴെ താമസിക്കുന്ന ജനങ്ങളെല്ലാം അവർ ഭീതിയിലാണ്, ഭയാശങ്കയിലാണ്. ആ ഭയാശങ്ക അകറ്റുവാനുള്ള നടപടികൾ, ക്രിയാത്മകമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് കോൺഗ്രസ് പാർട്ടിയുടെ കൂടി ശബ്ദമാണ് ഇടുക്കിയുടെ MP ശ്രീ ഡീൻ കുര്യാക്കോസിലൂടെ വന്നത്. എന്താണ് ഈ കാര്യത്തിൽ ഗവൺമെന്റ് ഒളിച്ചുകളി നടത്തുന്നത്, ആ ഒളിച്ചുകളി എന്ത് എന്നുള്ളത് പുറത്തു വരണം. അപ്പോ നമ്മുടെ മുമ്പിൽ ഇതിനുള്ള പരിഹാര മാർഗം എന്ത്? ഇത് പണ്ട് ചിദംബരം പറഞ്ഞൊരു കമന്റ് ഉണ്ട്, അത് കേരളത്തിലെ ഇലക്ഷൻ ആകുമ്പോഴേക്കും ഇങ്ങനെ ഒരു സമരം വരും, അതല്ല എങ്കിൽ എല്ലാ പ്രളയകാലത്തും മുല്ലപ്പെരിയാറിൽ നമ്മളൊരു സമരം കുറച്ചു കാലം എന്താ പറഞ്ഞ ചപ്പാത്തിലോ അല്ലെങ്കിൽ വള്ളക്കടവിലോ കുറച്ച് ആളുകൾ ഇരുന്ന് സമരം ചെയ്യുന്നു. ഇവിടെ ഇപ്പൊ ഡോക്ടർ ജോ ജോസഫ് സൂചിപ്പിച്ചതുപോലെ 140 MLA വന്ന് 2 ദിവസം വെച്ച് അവർ സമരം ചെയ്ത് 280 ദിവസം സമരം, പിന്നെ വീണ്ടും തുടരട്ടെ എന്ന്. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മുടെ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ആകുന്നില്ലല്ലോ. ഞാൻ ഈ കേസിൽ ഒരു പരാതിക്കാരനായതുകൊണ്ട് ശ്രീ ജോ ജോസഫ് സാറ് മുല്ലപ്പെരിയാർ ഡാം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് മുല്ലപ്പെരിയാർ ഡാം കാണാനും പോകാനും ഒരു അവസരം കിട്ടിയ ഒരാളാണ്. 2012 ബഹുമാന്യായ PJ ജോസഫ് സാറ്, അദ്ദേഹം ജലവിഭവ വകുപ്പ് മന്ത്രിയും CG കാർത്തികേയൻ കേരള അസംബ്ലി സ്പീക്കറുമായിരുന്ന കാലഘട്ടത്തിൽ ഇവർ രണ്ടുപേരും നടത്തിയ സന്ദർശനത്തിൽ CG കാർത്തികേയനോടൊപ്പം പോകാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. ഞാൻ അവിടെ പോവുകയും 40 മിനിറ്റ് ബോട്ടിൽ യാത്ര ചെയ്ത് ഡാമിൽ പോയി ഏതാണ്ട് 3.5-4 മണിക്കൂർ നേരം ഈ നേതാക്കളോടൊപ്പം ഈ ഡാം മുഴുവൻ കാണാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ഷാജി ഇവിടെ ഉണ്ട്, ഷാജി വള്ളക്കടവ് സ്വദേശിയാണ്. ഷാജി അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പറയും. ഞാൻ ബഹുമാനായ ശ്രീ ജോ ജോസഫിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, അങ്ങയുടെ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിട്ടിലെ അങ്ങയുടെ പ്രയർ എന്താണ്? ഈ ഡാം പൊളിച്ചു മാറ്റണമെന്നാണോ, പുതിയ ഡാം പണിയണമെന്നാണോ, എന്താണ് അങ്ങയുടെ പ്രയർ? ഞാൻ അങ്ങയോട് ഒരു അങ്ങയുടെ അറിവിലേക്കായി, അത് ഒരു പാർട്ടിയുടെ നിലപാടോ അല്ലെങ്കിൽ ആ ഒരു ഇതിലെ നല്ല പറഞ്ഞത്, ഞാൻ കണ്ട് മനസ്സിലാക്കിയതും എനിക്ക് പോയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതുമായ, ഇല്ലെങ്കിൽ ഈ ഡാമിനെ കുറിച്ച് അന്നത്തെ ചീഫ് എഞ്ചിനീയർ നൽകിയ വിവരണത്തിൽ നിന്ന് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയതും കാർത്തികേയൻ സാറ് അന്ന് ഞങ്ങളുമായിട്ട് പങ്കുവച്ചതുമായ ഒരു കാര്യം, ഞങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ, അതായത് തമിഴ്നാട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ജലനിരപ്പ് 137, 144 അല്ലെ 152 എത്ര അടി വേണമെങ്കിലും അവരാക്കിയിടട്ടെ. ഈ തമിഴ്നാടിന് ഒരു വർഷം കേരളത്തിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന വെള്ളത്തിന്റെ അളവ് എത്രയാണെന്ന്? അത് 20 to 22 TMC. അതിനപ്പുറത്തേക്ക് വെള്ളം അവർക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വെള്ളം കൊണ്ടുപോകുന്നത് ഇതിലെയാണ് മനുഷ്യനിർമ്മിതമായ 4 കുഴലിൽ കൂടിയാണ്, അതിൽ 3 കുഴലിൽ കൂടിയാണ് വെള്ളം പോകുന്നുള്ളൂ. ഈ 12 മാസക്കാലവും ഈ 4 കുഴലിൽ കൂടെ ഫുള്ളായിട്ട് വെള്ളം കൊണ്ടുപോയാലും തമിഴ്നാടിന് മൊത്തം കൊണ്ടുപോയി കളക്ട് ചെയ്യാൻ പറ്റുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് 20 to 22 TMC ആണ്. പിന്നെ എന്തിനാണ് ഈ മലമുകളിൽ ഈ 137 അടി വെള്ളം നിറച്ചിടണം അല്ലെങ്കിൽ 142 അടി വെള്ളം നിറച്ചിടണം എന്ന് അവർ നിർബന്ധം കൊള്ളുന്നത്? എൻ്റെ ഒരു ചോദ്യം, അങ്ങേപോലുള്ള ആളുകളും സുപ്രീം കോടതിയിൽ ഈ കേസ് ഇതിന്റെ ആർഗ്യുമെന്റ് നടത്തുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം തമിഴ്നാടിനോട് ചോദിച്ചിട്ടുണ്ട്. കാരണം തമിഴ്നാടിന് പരമാവധി എടുക്കാൻ കഴിയുന്ന വെള്ളം എന്ന് പറയുന്നത്
പറയുന്നത് 20 to 22 TMC ആണ്. സാധാരണ നിലയിലുള്ള മുല്ലപ്പെരിയാർ ഡാമിലെ ഒരു ജലത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 10 to 10.5 TMC ആണ്. അത് പരമാവധി വന്നു കഴിഞ്ഞാൽ 12 അല്ലെ 15 TMCയിലേക്ക് എത്തുന്ന വെള്ളമാണ്. അപ്പോൾ തമിഴ്നാട് ഒരു വർഷം കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ ഈ 4 കുഴലിൽ കൂടി അവർ എത്രമാത്രം കൊണ്ടുപോയാലും അവർക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നതും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. ഈ തേനി, മധുര, ദിണ്ടിഗല്, ശിവഗംഗ, രാമനാഥപുരം ഈ 5 ഡിസ്ട്രിക്റ്റിലെ ഇറിഗേഷന് വേണ്ടി 18ാം കനാല് പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന കനാൽ വഴിയൊക്കെ കൊണ്ടുപോകുന്ന ഈ 4 പൈപ്പിൽ കൂടിയാണല്ലോ വെള്ളം പുറത്തേക്ക് പോകുന്നത്. ആ വെള്ളത്തിലൂടെ അവർക്ക് ആ പൈപ്പിലൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന പരമാവധി വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് 20 to 22 TMC ആണ് ഒരു വർഷം മൊത്തം. അപ്പൊ പിന്നെ എന്തിനാണ് ഈ മലയുടെ മുകളിൽ ഈ 137 അടി വെള്ളം നിറച്ചിടണം, അല്ലെ 142 അടി വെള്ളം നിറച്ചിടണം, അല്ലെ 154 അടി വെള്ളം നിറച്ചിടണമെന്ന് ഈ തമിഴ്നാട് വാശി പിടിക്കുന്നതിന്റെ ഒരു കാര്യം എന്താ? ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഡോക്ടർ ജോ ജോസഫ്, തമിഴ്നാടിന് വെള്ളം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ തമിഴ്നാട് അവർക്ക് തോന്നിയ രീതിയിലാണ് വെള്ളം കൊണ്ടുപോകുന്നത്. ചില സമയത്ത് തമിഴ്നാട്ടിൽ മഴയുള്ള സമയത്ത് അവർ റിസർവോയറിൽ നിന്ന് വെള്ളം കൊണ്ടുപോവുകയുമില്ല. കേരളത്തിൽ ജലനിരപ്പ്, ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് 136 അടിയിൽ കൂടുതലാകുന്ന സമയത്ത് പോലും വളരെയധികം നിർബന്ധിച്ചിട്ടാണ് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകാറുള്ളത്. റൂൾ കർവ് പ്രകാരമുള്ള ജലമെടുപ്പ് നടക്കുന്നുമുള്ളൂ. അതുമാത്രമല്ല 142 അടിയിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് 152 അടി വരെ FRL അതുവരെ ജലനിരപ്പ് ഉയർത്തി കിട്ടണം എന്നുള്ളതാണല്ലോ തമിഴ്നാടിൻ്റെ ആവശ്യവും. അതൊരു തവണ സുപ്രീം കോടതി അനുവദിച്ചതുമാണ് 2006 വിധിയിൽ. പക്ഷേ ഇവിടെ സേനാപതി വേണു പറയുന്നത് ഈ രീതിയിലുള്ള അതായത് എന്തായാലും തമിഴ്നാടിന് വെള്ളം കിട്ടും, അപ്പോൾ പിന്നെ എന്തിനാണ് 136 അടിക്ക് മുകളിലേക്ക് ജലനിരപ്പ് ഉയർത്തിക്കൊണ്ട് വരണം എന്ന വാശി തമിഴ്നാടിന്? ഈ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു വൈകാരികമായ കാര്യം കൂടിയാണല്ലോ തമിഴ്നാട്ടിൽ. അവർക്ക് ഈ 136 അടിയിൽ താഴെ വെള്ളം പോയാൽ അവിടെ അപ്പോഴേ സമരം തുടങ്ങും. 136 അടിയിൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ വെള്ളം തുറന്നു വിടുകയാണെങ്കിൽ അവിടെ സമരം തുടങ്ങുമല്ലോ. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാനും മുല്ലപ്പെരിയാറിൽ ഡാമിൽ പോയിട്ടുള്ള ആളാണ്. പിന്നെ പിന്നെ ഈ പറഞ്ഞത് ശ്രീ സേനാപതി വേണു പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയല്ല. കാര്യം തമിഴ്നാടിന് ഇവിടെ താഴേക്ക് കൊണ്ടുപോകുന്ന ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ഡാം ഉണ്ട്. അതിന് വലിയ കപ്പാസിറ്റി ഒന്നുമില്ല. 4 ഡാം കഴിഞ്ഞ് ഇത് താഴേക്ക് പോയി വൈഗെ ഡാമിലേക്കാണ് ഈ വെള്ളം കൊണ്ടുപോകുന്നത്. വൈഗെ ഡാമിൻ്റെ കപ്പാസിറ്റി 6 TMC ഉള്ളൂ. പിന്നെ അതുകൊണ്ട് ഈ മുല്ലപ്പെരിയാറിന്ന് വരുന്ന വെള്ളം മാത്രമല്ല, ഒരു 4-5 വേറെ പിന്നെ തേനിയാറ്, വരാഹനദി, അവിടെ നിന്നൊക്കെ ആ ചെറിയ ഈ സ്ട്രീംസ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ നദികളിൽ നിന്നൊക്കെ വെള്ളം പിന്നെ വൈഗെ ഡാമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വൈഗെ ഡാമിന് ആവശ്യത്തിന് കപ്പാസിറ്റി ഇല്ല. അവിടെ വെറും 6 TMC ഉള്ളൂ. അതുകൊണ്ടാണ് ഇവർ മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളം സൂക്ഷിച്ചു വെക്കുന്നത്. രണ്ടാമതൊരു കാര്യമുണ്ട്. ഈ നമ്മളിപ്പം കിട്ടുന്ന മൺസൂൺ, ജൂൺ ജൂലൈയിൽ കിട്ടുന്ന മൺസൂൺ, അത് അറബിക്കടലിൽ നിന്ന് വരുന്നതാണ്. ഈ അറബിക്കടലിൽ നിന്ന് വരുന്ന മൺസൂൺ കാര്യമായിട്ട് മുല്ലപ്പെരിയാറിൽ വെള്ളം നൽകില്ല. ഈ മുല്ലപ്പെരിയാറിൽ കിട്ടുന്ന ആ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ ബേ ഓഫ് ബംഗാളിൽ നിന്ന് വരുന്ന തമിഴ്നാട്ടിൽ കൂടെ വരുന്ന ആ മഴയിലാണ് മുല്ലപ്പെരിയാറിൽ വെള്ളം കിട്ടുന്നത്. ആ സമയത്ത് വൈഗെ നദിയിലും വെള്ളം കിട്ടും, വൈഗെ ഡാമും കവിഞ്ഞൊഴുകും. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമും പലപ്പോഴും മുല്ലപ്പെരിയാർ ഡാമും പിന്നെ നിറയുന്ന സമയത്ത് വൈഗെ ഡാമും നിറഞ്ഞിരിക്കുമായിരിക്കും. അതുകൊണ്ടാണ് മുല്ലപ്പെരിയാറിൽ പിന്നെ വെള്ളം സ്റ്റോർ ചെയ്യണം എന്ന് നിർബന്ധം തമിഴ്നാട് പിടിക്കുന്നത്. വൈഗെ ഡാമിന് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് പോകുന്ന എല്ലാ വെള്ളവും അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. പിന്നെ രണ്ടാമത് ഞാൻ ഈ MLA-മാരെ പറ്റി പറഞ്ഞത്, MLA-മാർ 2 ദിവസം പോയി സമരം ഇരിക്കണമെന്നല്ല പറഞ്ഞത്. ഇപ്പം ജനം വലിയ ഭീതിയില്ല, അത് ആക്ച്വൽ ഭീതിയാണ് അവർ. അപ്പോൾ അവർ ഭീതിയില്ലാതെ ജീവിക്കണം. അപ്പോൾ അവരുടെയൊക്കെ ചിന്ത എന്താണ്? ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ ഒന്നും ഇതിൻ്റെ താഴെ ഞങ്ങൾ മാത്രമാണ് താമസിക്കുന്നത്, ഇവിടെ MLA-മാരില്ല, മന്ത്രിമാരില്ല, വേറെ ആരും താമസിക്കുന്നില്ല, പോവുകയാണെങ്കിൽ ഞങ്ങൾ മാത്രം മരിക്കും. അപ്പം അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാനായിട്ട്, അവരുടെ ഇപ്പോഴത്തെ വലിയ ഭീതിയുണ്ടല്ലോ, ആ ഭീതി ഒന്ന് അകറ്റാനായിട്ട് 2 ദിവസം ഒരു MLA വന്നവിടെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് 2 MLA കുറച്ച് ദിവസത്തേക്ക് ഈ ഭീതി മാറുന്നവരെങ്കിൽ അത് മാത്രം ഇപ്പം നമുക്ക് അർജൻറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സുപ്രീം കോടതിയിൽ എന്താണ് എൻ്റെ വാദമെന്ന് ചോദിച്ചു. അത് ഞാൻ അതിൻ്റെ അകത്ത് മുഴുവനായിട്ട് ഇപ്പോൾ പോകാൻ സാധ്യമല്ല. പക്ഷേ ഞാൻ റൂൾ കർവ് അവിടെ ചെയ്യിപ്പിച്ചു, ഗേറ്റ് ഓപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യിപ്പിച്ചു. മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു ഇൻസ്ട്രുമെൻസും ഇല്ലായിരുന്നു. അതായത് ഭൂകമ്പം വരുന്നതിനും ഇതിനെന്തെങ്കിലും അപകടം പറ്റുന്നതുകൊണ്ട് അറിയാൻ ഇൻസ്ട്രുമെൻറ്റ്സ് വേണ്ടേ. ആ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഞാൻ എൻ്റെ കേസ് കൊണ്ട് അത് ഇപ്പം അത് തമിഴ്നാട് വെക്കാൻ നിർബന്ധിതരായി. അവർ 10-30 വർഷമായിട്ട് വെക്കാതിരിക്കുന്ന ഇൻസ്ട്രുമെൻസാണ്, അതെല്ലാം ഞാൻ വെപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് 2 ഓർഡറൂടെ കിട്ടിയിട്ടുണ്ട്. ഒന്ന്,
ഈ ഡാമിനെ കോംപ്രിഹെൻസീവായിട്ട് പരിശോധിച്ച് ഈ ഡാമിന് എന്തെങ്കിലും പിന്നെ കുഴപ്പമുണ്ടോ എന്ന് മനസ്സിലാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതിപ്പം തമിഴ്നാട് അത് കുറച്ച് എതിർത്തുകൊണ്ടിരിക്കുക, അവർക്ക് വലിയ ശക്തമായ വക്കീൽമാരെല്ലാം കൊണ്ട് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്കത് ചെയ്യേണ്ടി വരും. എൻ്റെ ആ കോടതിയിലെ പിന്നെ ഹർജി കൊണ്ട് കിട്ടിയതാണ്. ജോ ജോസഫ് അതായത് പറയുന്നത് ഇപ്പോൾ 2014 സുപ്രീം കോടതിയുടെ ഉത്തരവിൽ തന്നെ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ നിയമനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് 3 അംഗങ്ങളെയാണ് പറഞ്ഞിരുന്നത്. CWCയിൽ നിന്ന് ഒരാൾ, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഓരോ അംഗങ്ങൾ വെച്ച്. അതിപ്പോൾ 5ആയി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഉള്ള ഈ മേൽനോട്ട സമിതി എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം, ഈ സമിതിയുടെ അധികാരങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കുക, ആ ഒരു അനുകൂല ഉത്തരവാണല്ലോ താങ്കൾ നേടിയെടുത്തത്. പക്ഷേ അതുകൊണ്ടും എന്ത് ഗുണമുണ്ടായിട്ടുണ്ട്? ഇവർ വന്ന് പരിശോധിച്ച് പോകുന്നതല്ലാതെ. ഇപ്പോൾ ശരിയാണ്, താങ്കളുടെ ഈ വിധിക്ക് മുൻപ് ഈ സൂപ്പർവൈസറി കമ്മിറ്റി 2-3 റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ടല്ലേ? അതിലൊക്കെ ഡാമിന് ബലക്കുറവില്ല എന്നുള്ള റിപ്പോർട്ടായിരുന്നു കൊടുത്തത്. താങ്കൾ അനുകൂലമായ ഉത്തരവ് നേടിയതിനു ശേഷം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഈ മേൽനോട്ട സമിതിയിൽ നിന്ന്? അല്ല, അത് ആ തരത്തിലുള്ള ഇൻസ്പെക്ഷൻ അല്ല പറഞ്ഞേക്കുന്നത്. ഇപ്പം പറഞ്ഞേക്കുന്ന ഇൻസ്പെക്ഷനും സാധാരണ നടക്കുന്ന ഇൻസ്പെക്ഷൻ അല്ല ഇത് പറഞ്ഞേക്കുന്നത്. ഇത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വളരെ വലിയൊരു ഇൻസ്പെക്ഷനാണ്. അതായത് ഇൻ്റർനാഷണൽ ഏജൻസീസും നാഷണൽ ഏജൻസീസും എല്ലാം വന്ന് ചെയ്യേണ്ട ഒരു ഇൻസ്പെക്ഷനാണ്. അത് സാധാരണ സൂപ്പർവൈസറി കമ്മിറ്റിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് ശരിക്കും ഡാമിൻ്റെ A to Z പഠിക്കാനുള്ള ഇൻസ്പെക്ഷനാണ് സുപ്രീം കോടതി ഓർഡർ ഇട്ടേക്കുന്നത്. രണ്ടാമത് എൻ്റെ ഓർഡറിൽ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തമിഴ്നാടാണ് ഈ ഡാമിൻ്റെ മെയിൻ്റനൻസും ഓപ്പറേഷൻസും എല്ലാം അവരുടെ കൺട്രോളിലാണത്. അത് തമിഴ്നാടിൻ്റെ കൺട്രോളിൽ നിന്ന് മാറ്റി നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിലേക്ക് മാറ്റാനുള്ള ഉത്തരവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് ഇഷ്ടമുള്ള ഈ ഡാം ഓടിക്കാൻ പറ്റില്ല. അത് നടപ്പാക്കി കഴിഞ്ഞാൽ അത് നടപ്പാക്കാൻ എന്താണ് താമസം? അങ്ങനെ വരികയാണെങ്കിൽ ഈ മഴക്കാലത്ത് ഞാനൊരു ഉദാഹരണം പറയാം. ഡോക്ടർ ജോ ജോസഫ്, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ ഈ മഴക്കാലത്ത് ഇനി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിൽ കൂടുതൽ വരുന്നു എന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്തായാലും തമിഴ്നാടാണല്ലോ ഇതിൽ ഡാം തുറക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതിലൊരു മാറ്റം വരുമെന്നാണോ താങ്കൾ പറയുന്നത്, താങ്കൾക്ക് കിട്ടിയ ഈ അനുകൂല ഉത്തരവ് വഴി? അതിനൊരു മാറ്റം വരുന്നില്ല. ഡാമിൻ്റെ സേഫ്റ്റിക്ക് അനുസരിച്ച് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഇതിൻ്റെ ഓപ്പറേഷൻസും ഇത് തുറക്കണം, എപ്പോൾ തുറക്കണം, ഇപ്പോൾ വെള്ളം വിടണം എന്നെല്ലാം തീരുമാനിക്കാനുള്ള അവകാശം അവരിലേക്ക് മാറും. ഇത് നടപ്പാക്കാൻ ഇപ്പം ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഡാം സേഫ്റ്റി ആക്ട് അനുസരിച്ച് വന്നേക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ആ ബോഡി ഇപ്പം നിലവിൽ ഫുള്ളി പിന്നെ ഓപ്പറേഷണലായിട്ടില്ല. അതിൻ്റെ തസ്തികകളും റെഗുലേഷൻസും ഒന്നും ഫുള്ളായിട്ടായിട്ടില്ല. അത് കുറച്ച് സമയം കൂടെ എടുക്കും. അത് സമയം കൂടെ എടുത്താൽ നമുക്ക് സുപ്രീം കോടതിയുടെ ഓർഡറാണ് കിട്ടിയേക്കുന്നത്. സുപ്രീം കോടതിയുടെ ഉത്തരവാണിത് തമിഴ്നാടിൻ്റെ കൺട്രോളിൽ നിന്ന് മാറ്റി നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് സുപ്രീം കോടതി ഓർഡറാണ്. അത് നമുക്ക് നടപ്പാക്കാൻ പറ്റും. പക്ഷേ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം വേണം. ശരി. ശ്രീ ഷാജി പി ജോസഫ്, അദ്ദേഹം മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പുതിയ ചെയർമാനാണ്. ശ്രീ ഷാജി പി ജോസഫ് ഒട്ടേറെ സമരങ്ങൾ കണ്ടതാണ്. അത് വണ്ടിപ്പെരിയാറിൽ കണ്ടതാണ്, വള്ളക്കടവിൽ കണ്ടതാണ്, ചപ്പാത്തിൽ കണ്ടതാണ്, ഉപ്പുതറയിൽ കണ്ടതാണ്. അങ്ങനെയുള്ള ഈ സമരരംഗത്ത് നിന്ന് നിങ്ങൾക്ക് ആ പ്രളയ സമയത്ത് പിന്നോക്കം പോകേണ്ടി വന്നിരുന്നു. ഇപ്പോൾ എന്താണ് ഈ സമരസമിതിയെ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള ഒരു നീക്കം നടക്കുന്നത്? അത്രമാത്രം ആശങ്കയിലാണോ ഇപ്പോൾ ഈ മുല്ലപ്പെരിയാറിൻ്റെ താഴ്വാരത്തുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ? ഷാജി കേട്ടോ? ഹലോ ഷാജി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ, ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഇടയ്ക്ക് വെച്ച് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ആ ഒരു സമരവീര്യത്തിൽ കുറച്ച് ചോർച്ച ഉണ്ടായിരുന്നു. അത് ആ പ്രളയ സമയത്തായിരുന്നു. ഇപ്പോൾ വീണ്ടും മുല്ലപ്പെരിയാർ സമരസമിതി സജീവമായി രംഗത്തെത്തിയിരിക്കുകയാണല്ലോ. താങ്കൾ അതിൻ്റെ ചെയർമാനായി വന്നിരിക്കുകയാണ്. എത്രമാത്രം ആശങ്കയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്ഥലങ്ങളിലെ ആളുകൾക്ക്, ഈ ഉപ്പുതറയിലും അതുപോലെ തന്നെ വണ്ടിപ്പെരിയാറിലും വള്ളക്കടവിലും ചപ്പാത്തിലും ഒക്കെയുള്ള ആളുകൾക്ക്? വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ചർച്ച സജീവമായത് എന്ന് പറയാം. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം കർണാടകത്തിൽ സംഭവിച്ച മുല്ലപ്പെരിയാറിന് സമാനമായി സുർക്കി കൊണ്ട് നിർമ്മിച്ച ഒരു ഡാമില് ഉണ്ടായ ഒരു അപകടം, അത് വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് ഭീതി ജനിപ്പിച്ചിട്ടുണ്ട്. കാരണം സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ഡാമാണ് 70 വർഷത്തെ കാലാവധി പറഞ്ഞ് കറക്റ്റ് 70ാമത്തെ വർഷം തന്നെ അതിന്റെ ഭാഗികമായ ഒരു ഭാഗം തകർന്നു പോവുകയും ഏതാണ്ട് 33 ഷട്ടറുകൾ തുറന്നു വിട്ടുകൊണ്ട്
കർണാടകത്തിലെ പ്രധാനപ്പെട്ട നദികളിലെല്ലാം ഇതിന്റെ ജലം എത്തുകയും ഒപ്പം ആന്ധ്ര പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇതിന്റെ വലിയൊരു ആ, വെള്ളപ്പൊക്കത്തിൻ്റെതായ ഒരു വേരിയേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 128, 130 വർഷം കാലപ്പഴക്കമായിരിക്കുന്ന തുർക്കിയിൽ പണിത മുല്ലപ്പെരിയാറിനെ കുറിച്ച് സ്വാഭാവികമായും ജനങ്ങൾക്കുള്ളിൽ വലിയൊരു ആശങ്ക ഉണ്ടാകും. എന്തായാലും ഞങ്ങൾ സമര പോരാട്ടം നടത്തിയ കാലഘട്ടത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെടുകയും സുപ്രീം കോടതി ഇടപെടുകയും 5 അംഗ ബെഞ്ച് ഈ വിഷയത്തിൽ ഇടപെടുകയും ഒപ്പം തമിഴ്നാടിനും കേരളത്തിനും പ്രത്യേക അധികാരപ്പെടുത്തുന്ന സമിതികളെ വെച്ചുകൊണ്ട് അവർ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ നിന്നും ഈ വിധി വന്നത്. എന്തായാലും തമിഴ്നാട് ഒരു കുലുഷിതമായ ശ്രമം നടത്തി ആ ഡാം സേഫ് ആണെന്ന് വരുത്തി തീർക്കുവാൻ എക്സ്പോർട്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് കാലങ്ങളായി അവരുടെ ഭാഗമായി നിൽക്കുന്ന എക്സ്പോർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് സേഫ് ആണെന്ന് വരുത്തി തീർക്കുവാൻ 5 അംഗ ബെഞ്ചിന്റെ വിധിക്ക് മുമ്പായി അവർ സമ്പാദിച്ചു. അങ്ങനെയാണല്ലോ സുപ്രീം കോടതിയുടെ വിധിയിൽ ഡാമിന് കുഴപ്പമില്ലെന്നും 42 അടി വിധിയിൽ ഉയർത്തുന്നതിന് കുഴപ്പമില്ല എന്നുള്ള വിധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇവിടെ പ്രശ്നം ആ റിപ്പോർട്ട് കൊടുക്കുമ്പോഴും അതിനുശേഷം ലോകത്തെ ഞടുക്കി ഒട്ടനവധി ഡാം അപകടങ്ങൾ ഉണ്ടായി. ലിബിയയിലുണ്ടായ അപകടം നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ ലിബിയയിൽ തകർന്നു പോയൊരു ഡാം, ഒരു ഡാം തകർന്നപ്പോൾ 2 ഡാമാണ് കൂടെ തകർന്നത്. അപ്പം അതിനുശേഷം ലോകത്തിലെ തന്നെ മാധ്യമങ്ങളുടെ രാജാവായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു, UN ഇത്തരത്തിലുള്ള ഡാമുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഭൗമ വിദഗ്ധരടങ്ങുന്ന ഒരു സംഘം മുല്ലപ്പെരിയാറാണ് ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്ന ഡാമുകളിൽ കാലപ്പഴക്കം കൊണ്ട് വളരെ ഗുരുതരമായ ഒരവസ്ഥയിൽ നിൽക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകാതിരിക്കില്ലേ? അപ്പോൾ ഞങ്ങള് സമരം ചെയ്ത ഒരു പാതയിൽ നിന്നും ആ സമയത്തുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ കോടതി വരാന്തകളിൽ കോടതിയുടെ മുന്നിൽ കനിവനായി നമ്മൾ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തില് 2011 വിധിയില് സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. തമിഴ്നാടും കേരളവും തമ്മിൽ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കുവാൻ അതിന് മധ്യസ്ഥനായി കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. കേരളം ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തും ബഹുമാനപ്പെട്ട VSന്റെ കാലത്തും തുടങ്ങിയ ചർച്ചകൾ, ആ ചർച്ചകളിലൂടെ കേരളം പുതിയ ഡാം പണിയുവാനായിട്ടുള്ള സ്ഥലം കണ്ടെത്തുകയും ഫണ്ട് വകയിരുത്തുകയും അങ്ങനെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഒരു സ്ട്രാഗൻ തന്നെ വരുന്നത്, കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം. ആ ഒരു സ്ട്രാഗൻ വെച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഈ കാലം അത്രയും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗവൺമെന്റുകളുടെ ഇടപെടലുകൾ ഉണ്ടായി എന്നതിനപ്പുറം തമിഴ്നാട് അവരുടെ നിയമോപദേശം കൃത്യമായി കോടതിയെ ധരിപ്പിക്കുന്നതിൽ കാണിച്ചിരുന്ന ഒരു വേഗതയാണ് അവർക്ക് അനുകൂലമാക്കിയെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം, ഇപ്പോൾ കർണാടകയിൽ ഉണ്ടായിരിക്കുന്ന ആ ഡാം തകർന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നവും വയനാട്ടിലുണ്ടായിരിക്കുന്ന പ്രത്യേക സൈക്ലോണുമായി ഉണ്ടായിരിക്കുന്ന വലിയ ഒരു ദുരന്തം, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഈ വിഷയത്തെ വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മധ്യസ്ഥയിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായി ഇതിനെ കാണണമെന്നാണ് സമരസമിതിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ സേനാപതി വേണു, പക്ഷേ ഇത് ഇപ്പോൾ ഈ നിയമ പോരാട്ടത്തിൽ ഇപ്പോൾ 1-2 ഡോക്ടർ ജോ ജോസഫിനെ പോലെയുള്ളവർ മാത്രമായി മാറുകയാണ്. മറ്റാർക്കും വലിയ താല്പര്യമില്ലാത്ത പോലെയാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും മുല്ലപ്പെരിയാർ ചർച്ചയിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വരികയാണെങ്കിൽ ഓരോ മഴക്കാലത്തും മാത്രം വന്നു പോകുന്ന ഒന്നായിട്ട് ഈ മുല്ലപ്പെരിയാർ പോവുകയും ജനങ്ങളുടെ ആശങ്ക അവിടെ അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. അതല്ലേ ഇപ്പോൾ കണ്ടുവരുന്നത്? അല്ല, അത് ഇവിടെ ഷാജി പറഞ്ഞത് തന്നെയാണ് ഇതിനകത്തുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇതിന് താഴെ താമസിക്കുന്ന ആളുകൾ തികച്ചും ഉത്കണ്ഠാകുലരാണ്. കാരണം 130 വർഷം പഴക്കമായിട്ടുള്ള മനുഷ്യനിർമ്മിതമായ ഒന്ന്, അത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ തമിഴ്നാടിന്റെ വാദഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അവര് CDS ടെക്നോളജി ഉപയോഗിച്ച് പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ഈ 1984 ബലപ്പെടുത്തൽ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ 2006-ലും 2014-ലും ആ രീതിയിലുള്ള വിധികൾ വന്നത്. അപ്പോൾ കേസ് നടത്തുന്നതിൽ കേരളത്തിന് പറ്റിയ വീഴ്ചയാണ് അവിടെ പ്രതിഫലിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ 129 വർഷത്തെ പഴക്കമല്ല, 1984 ബലപ്പെടുത്തിയത് മുതലുള്ള സമയമാണ് കോടതികൾ പോലും കണക്ക് കൂട്ടുന്നത്. ആ രീതിയിലുള്ള വിദഗ്ധ റിപ്പോർട്ടുകളാണ് കോടതിയിലെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫ്ലഡ് സിറ്റുവേഷന്റെ കാര്യം, ഫ്ലഡ് മാപ്പ് പോലും കൃത്യമായിട്ട് സുപ്രീം കോടതിക്ക് നൽകുവാനായിട്ട് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെ മാത്രമായിട്ടല്ല കുറ്റപ്പെടുത്തിയത്, UDF സർക്കാരിൻ്റെ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ട് 2006 ഞങ്ങളെന്താ വലിയൊരു നിയമം പാസ്സാക്കിയിരിക്കുന്നു എന്ന് മേനി പറഞ്ഞു നടന്നവർ പിന്നീട് പിന്നെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, ഇവിടെ ഇപ്പോൾ
1985 മുതൽ ഡാമിനെ ബലപ്പെടുത്തിയിട്ട് 95-96 കാലം വരെ ഡാം ബലപ്പെടുത്തി ഡാം സുരക്ഷിതമാണ് എന്ന് തമിഴ്നാട് അവകാശപ്പെടുമ്പോഴും അത് പരിശോധിക്കാൻ ഇവിടെ ഷാജി സൂചിപ്പിച്ചതുപോലെ അതിന് വൈദഗ്ധ്യമുള്ള ആളുകൾ, ഇപ്പൊ തമിഴ്നാടിന്റെ മാത്രം പക്ഷം പറയുന്നവരല്ല, അതിന് വൈദഗ്ധ്യമുള്ള എക്സ്പേർട്സുകളെ കൊണ്ടുവന്ന് ഇത് കേരളത്തിനും കൂടി ബോധ്യപ്പെടേണ്ട, പൊതുസമൂഹത്തിന് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമല്ലേ. ഈ മലയ്ക്ക് മുകളിൽ ഇങ്ങനെ 10-15 TMC വെള്ളം അത് ഏത് സമയത്തും അതിപ്പോ എങ്ങോട്ട് വേണമെങ്കിലും വരാവുന്ന ഒരു നിലയിൽ നിൽക്കുമ്പോൾ ഇത് സുരക്ഷിതമാണ് എന്നുള്ളത് അത് ജോ ജോസഫ് സൂചിപ്പിച്ചത് തന്നെയാണ്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്തിടത്തോളം ജനങ്ങൾ ഭയാശങ്കയോടുകൂടി ജീവിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ സമരമിടയ്ക്ക് നിന്നു, ഇപ്പോൾ പുതിയതായിട്ട് സമരം തുടങ്ങിയിരിക്കുന്നു. വർഷകാലത്തിലാണ് സമരം. നമുക്കറിയാം ഇപ്പം മനുഷ്യർക്ക് എല്ലാവർക്കും അങ്ങനെ 24 മണിക്കൂറും അല്ലെങ്കിൽ 30 ദിവസവും 12 മാസവുമായിട്ട് സമരരംഗത്തേക്ക് എത്ര കാലം മനുഷ്യർക്ക് പോകാനായിട്ട് കഴിയും. അപ്പം സർക്കാർ ഈ കാര്യത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും അടിയന്തരമായിട്ട് ചെയ്യണം. ഇനിയിപ്പോൾ തമിഴ്നാട് ഗവൺമെന്റ് പറയുന്നത് ഡാം സുരക്ഷിതമാണ് എന്നാണ് അവർ പറയുന്നത് എങ്കിൽ അത് അവർ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഈ രംഗത്തുള്ള വിദഗ്ധന്മാരുടെ, ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ ഷാജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ പല ഭാഗങ്ങളിലും ഡാമുകൾ തകരുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ മോർബി ഡാമിന്റെ ദുരന്തം, പ്രധാനമന്ത്രി വയനാട് സന്ദർശനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം 79 ആഗസ്റ്റ് 11 മോർബിയിൽ ഉണ്ടായ ഡാം ദുരന്തം, അത് യഥാർത്ഥത്തിൽ ഡാം അല്ല, മൺചിറയാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ കല്ല് പാകി ഉള്ള ചിറ, ആ ദുരന്തത്തിൽ പോലും 25,000 ആളുകളിലധികം മരിച്ച സംഭവത്തെ പ്രധാനമന്ത്രി തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇവിടെ ഇത്രയും അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഞാൻ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ കൺവീനർ ഷാജിയോട് ഞാൻ ഒരു ചോദ്യം, കാരണം അതൊരു അക്കാദമിക് ഇൻട്രസ്റ്റിലാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു വിദഗ്ധൻ സൂചിപ്പിക്കുകയുണ്ടായി, ഇപ്പം നിലവിലുള്ള ഡാമിൽ നിന്ന് 300 അടി താഴെയാണ് പുതിയ ഡാം പണിയാനായിട്ടുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എന്തെന്ന് ചോദിച്ചാൽ നിലവിലെ ഡാമിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ 176 അടിയാണ്. അതായത് ഇതിന്റെ ഏറ്റവും മൊത്തത്തിലുള്ള ഉയരം എന്ന് പറയുന്നത് 176 അടിയാണ്. അപ്പൊ ഇപ്പോൾ ഡാം പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിലവിലെ പൊസിഷനിൽ നിന്ന് ഒരു 60-70 അടി താഴെയാണ് വരുന്നത്, ഈ 300 മീറ്റർ താഴെ വരുമ്പോൾ. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ 1200 അടി നീളത്തിലുള്ള ഡാം പുതിയതായി പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് അത് 2100-2200 അതിന്റെ നീളം വരികയാണ്. അപ്പോ പഴയ ഈ 176-നേക്കാൾ 70 അടി ഉയരവും കൂടെ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 220, 230 അല്ലെങ്കിൽ 250 അത് വരും, സബ്ജക്ട് ടു കറക്ഷൻ. അതുപോലെ തന്നെ ഡാമിന്റെ നീളം എന്ന് പറയുന്നത് 1200 നിന്ന് ഏതാണ്ട് 2000-2100 പോകും. അപ്പോ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ 50 കൊല്ലക്കാലത്തേക്കാണ് ഒരു ഡാമിന്റെ കാലാവധി എന്ന് പറയുന്നത്, അത് 60 ആകട്ടെ. അപ്പോൾ വീണ്ടും ഈ ജലബോംബ് എന്ന് പറയുന്ന ഈ ഭീഷണി അത് മലയാളിയുടെ ശിരസിന് മേൽ അത് തുടരുകയല്ലേ? അപ്പൊ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്താണ് എന്നുള്ളത്. അപ്പൊ ഞാൻ ഷാജി വള്ളക്കടവിലെ താമസക്കാരനായതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഷാജി ഈ കാര്യത്തെക്കുറിച്ച് മുല്ലപ്പെരിയാർ സമരസമിതി ഏതെങ്കിലും രീതിയിലുള്ള പഠനമോ, അതായത് പുതിയൊരു ഡാം ഈ 300 മീറ്റർ താഴേക്ക് മാറ്റുമ്പോൾ അതിന്റെ ഉയരം എത്ര വരുമെന്നും അങ്ങനെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? പുതിയ ഡാമിനെ കുറിച്ച് നിങ്ങളുടെ ഒരു പ്രപ്പോസൽ എങ്ങനെയാണ്? പക്ഷേ ഈ പുതിയ ഡാം എന്ന് പറയുന്നതൊക്കെ തന്നെ അത് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന ഒന്ന് എന്ന് മാത്രമേ ഇപ്പോൾ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. പുതിയ ഡാമാണ് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുവാൻ മാത്രമേ ഇതുവരെ സാധിച്ചിട്ടുള്ളൂ. അത് മറ്റൊരു കാര്യം. ശ്രീ ഷാജി, ഇവിടെ ഞങ്ങൾ പുതിയ ഡാം എന്ന് പറഞ്ഞ് ഇതുവരെ ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്ന ഒരു മുദ്രാവാക്യം കേരളത്തിന്റെ സുരക്ഷയും തമിഴ്നാട് ജലവും എന്നുള്ളൊരു മുദ്രാവാക്യം തന്നെയാണ്. സമരസമിതി തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യം തന്നെയാണ്. പക്ഷെ പുതിയ ഡാം പണിയണമെന്ന് കാലങ്ങളായി ഇവിടെ പറയുന്നത് മാറി മാറി വരുന്ന ഗവൺമെന്റുകളും ഇതിന്റെ ഭാഗമായുള്ള നീതിപീഠങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നുള്ളതല്ലേ അജ്ഞാനവൃത്തികളായി ഈ തീരദേശത്ത് താമസിക്കുന്ന പാവം പിടിച്ച ഞങ്ങളുടെയൊക്കെ ആവശ്യം. അത് വേണിച്ചേട്ട് നന്നായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഞങ്ങൾ സയന്റിഫിക്കായി പഠിച്ചവരോ ഇതിനെക്കുറിച്ച് വൈദഗ്ധ്യമുള്ളവരോ ഒന്നുമല്ല. ഇവിടെ ഇതെല്ലാം ഉണ്ടെന്നും ഇതെല്ലാം സംഭവിക്കുന്നു എന്നും പറയുന്നത് ഈ ലോകത്തുണ്ടാകുന്ന വിഷയങ്ങളെയെല്ലാം ആസ്പദമാക്കിക്കൊണ്ട് ഈ വിദഗ്ധരൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഈ വിദഗ്ധർ വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കുവാൻ കഴിയുമോ? അത് തെളിയിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്? ഒരു ഇന്റർനാഷണൽ ഇൻഡിപെൻഡൻസ് ഏജൻസിയെ കൊണ്ട് ഈ ഡാമിന് കുഴപ്പമില്ല എന്ന്, ഈ ഡാം സേഫ് ആണെന്നും അത് അൺസേഫ് ആണെന്നും പറയാനുള്ള ഒരു ബോധ്യം കാണിക്കുക. അതിനാണ് ഈ മടിക്കുന്നത്. ആ ഒരു തീരുമാനം എടുത്താൽ തീരുമല്ലോ, ഈ പ്രശ്നം അവിടെ പരിഹരിക്കുവാൻ കഴിയും. കാരണം തമിഴ്നാട് ഒരു കാര്യത്തിൽ ഈ 18 വരെ നടന്ന സമരത്ത് കൊണ്ടുണ്ടായ ഒരു ഗുണം,
നീണ്ടുപോയ ഒരു സമരം കേരളത്തിൽ മുല്ലപ്പെരിയാർ സമരസമിതി നടത്തിയ സമരമാണ് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അവിടെ തമിഴ്നാട്ടിൽ ഉണ്ടായ ഒരു മലയാളി തമിഴ് തമ്മിലുണ്ടായ ഒരു പ്രശ്നത്തിലേക്ക് വന്നപ്പോഴാണ് തമിഴ്നാട് ഈ വിഷയത്തിലേക്ക് ഇടപെടുകയും പ്രധാനമന്ത്രി പോലും നമ്മുടെ മൻമോഹൻ സിംഗ് ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് രണ്ട് സമിതികളെ വെക്കുകയും ഈ സമിതികൾ കൊടുത്ത പഠന റിപ്പോർട്ടുകളിലൂടെ കേരളത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാധ്യത നമുക്ക് പ്രതീക്ഷ നൽകിയത് അന്നത്തെ ചെയർമാനെ വെച്ചിരുന്ന കെ ടി തോമസ് സാറ് കേരളത്തിന്റെ പ്രതിനിധി ആയതുകൊണ്ടാണ്. പക്ഷേ അവിടെയും നമുക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചത് ഒരു സെറ്റിൽമെന്റ് എന്ന നിലയിൽ, ഒരു പരിഹാരം എന്ന നിലയിൽ, ഒരു പോംവഴി എന്ന നിലയിൽ ഒരു ടണൽ ഉണ്ടാക്കാം എന്ന് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ഭാഗമായി കാലങ്ങളോട് സഞ്ചരിച്ച ബഹുമാനപ്പെട്ട CP റോയ് സാർ പറഞ്ഞ ഒരു വാക്കാണ്. എന്തുകൊണ്ട് ആ ചർച്ച നടക്കുന്നില്ല? ആ ചർച്ച നടക്കുന്നുണ്ടോ? റസൽ ജോയി പറയുന്നു കക്കി വഴി കനാൽ തിരിച്ചു വിട്ടാൽ ഈ വെള്ളം കൊണ്ടുപോകും. ഇതൊക്കെ സയന്റിഫിക്കായി തെളിയിക്കുകയും ചെയ്യിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഇവിടെയുള്ള തീരദേശവാസികളാണോ വേണിച്ചേട്ടാ? ഇതിനെ എതിർക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് പറയുന്നു, നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ചോ, ഞങ്ങൾ കുറച്ചുനാൾ നിങ്ങൾ താമസിക്കുന്ന നാട്ടിൽ ഞങ്ങൾ വന്ന് താമസിക്കാം. അപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ഇതുവരെയുള്ള മാനസിക വ്യത എന്താണെന്നുള്ളത് ചെറിയ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഡോക്ടർ ജോ ജോസഫ്, ഇങ്ങനെ കുറേ ബദൽ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഓരോരുത്തരായിട്ട് മുന്നോട്ട് വരികയാണ്. അതിൽ ചില കാര്യങ്ങളാണ് ഷാജി പി ജോസഫ് പറയുന്നത്. അവർ ഇത് വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് അവർക്കിതിൽ കൗതുകം തോന്നുന്നില്ല. അതുമാത്രമല്ല, ഈ സുപ്രീം കോടതി നിയോഗിക്കുന്ന ഏത് സമിതിയാണെങ്കിലും അവിടെ കേരളത്തിൻ്റെ പ്രതിനിധികളായിട്ട് പോകുന്ന ആളുകൾ കളിക്കുന്ന ഡബിൾ ഗെയിമുകൾ, കോടതിയിൽ കളിക്കുന്ന ഡബിൾ ഗെയിമുകൾ, അതുപോലെ തന്നെ ഈ കോടതികൾക്ക് വെളിയിലും പൊതുസമൂഹത്തിന് മുന്നിൽ കേരളത്തിൻ്റെ ചില ആളുകൾ, കേരളത്തിന് അനുകൂലമായി നിൽക്കേണ്ട ചില വിദഗ്ധർ തന്നെ, അവർ പരസ്യമായി നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ, അത് തമിഴ്നാട് സുപ്രീം കോടതിയിൽ പോയി കേരളത്തിലെ വിദഗ്ധർ തന്നെ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. ഇതൊക്കെ കോടതി വിധികളെ സ്വാധീനിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണ് എന്നുള്ള ബോധ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്ക് ആർക്കും ഉണ്ടാകാത്ത ബോധ്യം ഇവർക്ക് എങ്ങനെ ഉണ്ടാകുന്നു? ഈ ജനങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് എന്തുകൊണ്ട് ഇവർക്കാർക്കും ഒരു തോന്നലുണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ബദൽ നിർദ്ദേശങ്ങൾ, രണ്ട് ബദൽ നിർദ്ദേശം ഇപ്പം പറഞ്ഞു കേട്ടോ. ഒന്ന് ഈ ടണൽ ഉണ്ടാക്കുക, രണ്ട് കക്കി ഡാമിൽ നിന്ന് വെള്ളം കൊടുക്കുക. ഈ കക്കി ഡാമിൽ നിന്ന് വെള്ളം കൊടുക്കുന്നതിന് ഇന്നലെ ഒരു ചർച്ചയിൽ ഒരു ചീഫ് എഞ്ചിനീയറാണ് പറയുന്നത് അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാര്യം ഇത് മലയുടെ ഇക്കരെ സൈഡിലാണ് കക്കി ഡാം എന്ന് പറഞ്ഞത്. പിന്നെ കക്കി ഡാമിൽ നിന്ന് വെള്ളം കൊടുക്കുന്നതിന് വേറെ വലിയ ഡേഞ്ചറുണ്ട്. കക്കി ഡാം അത്ര വലിയ ഡാമല്ല, അത് 60 MC കപ്പാസിറ്റി ഉള്ള ഡാമാണ്. കക്കി ഡാമിൽ നിന്ന് വെള്ളം കൊടുത്താൽ, കക്കി ഡാമിൽ നിന്നുള്ള വെള്ളം എല്ലാം തമിഴ്നാട്ടിലേക്ക് പോയാൽ അതോടെ കുട്ടനാട് തീരും, കോട്ടയം തീരും, ആലപ്പുഴയുടെ പല ഭാഗങ്ങൾ തീരും, പത്തനംതിട്ട വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പം നമ്മൾ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് മറ്റൊരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ടണൽ വാദമാണ് പറയുന്നത്. ടണൽ വാദം 50 അടിയിൽ നിന്ന് ഒരു ടണൽ പണിത് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കാൻ. 50 അടിയിലൊന്നും വെള്ളമില്ല. കാര്യം ഈ വർഷങ്ങൾ പോകുന്നോറും ഡാമിൽ സിൽറ്റ് അടിഞ്ഞ് കയറും, മണ്ണടിഞ്ഞ് കയറും. അപ്പോൾ 50 അടിയിലൊന്നും കാര്യമായിട്ടൊരു വെള്ളവുമില്ല. ഏതായാലും ഇതിൻ്റെ അകത്ത് ഷാജി പി ജോസഫ് പറഞ്ഞത് തന്നെയാണ് ശരി. ഇത് ഞാനോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഈ കക്കിവാദവും തണൽവാദവും ഒന്നും അവരൊന്നും ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ട് പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മളിത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എക്സ്പേർട്സ് വരട്ടെ. ഇപ്പം എനിക്ക് എൻ്റെ കോടതി കേസിലൊരു വിധി കിട്ടിയിട്ടുണ്ട്, എക്സ്പേർട്സിനെ കൊണ്ട് ഒരു കോംപ്രിഹെൻസീവ് സേഫ്റ്റി വാല്യുവേഷൻ നടത്തണം. അവർ പഠിക്കട്ടെ. അത് തീർച്ചയായിട്ടും ഞങ്ങൾ കുറച്ച് എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡാമിന് സേഫ് അല്ല എന്നുള്ളതിന് എവിഡൻസ് ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പരിശോധന തുടങ്ങുമ്പോൾ ഞങ്ങൾ ആ എവിഡൻസ് സമർപ്പിക്കും. അപ്പോൾ അവർ ഡാം സേഫ് അല്ല എന്ന് പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. പറയുകയാണെങ്കിൽ അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്, എക്സ്പേർട്സാണ് തീരുമാനിക്കേണ്ടത് ഇത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. പുതിയ ഡാം വേണോ അതോ ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണോ? എല്ലാ ഡാമും സേഫ് ആക്കാനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, ജലനിരപ്പ് നല്ലപോലെ ഉയർത്തിയാൽ കുറേയൊക്കെ ഡാം സേഫ് ആവും. അത് കഴിഞ്ഞ് ചെയ്യണം എന്ന് ആലോചിക്കേണ്ടത് എക്സ്പേർട്സാണ്. നമ്മൾ ഇത് ഈ ചന്ദ്രനിലേക്ക് പേടകം വിടുമ്പം ഇവിടെ നിന്ന് നമ്മൾ നാട്ടുകാർ കുറച്ച് ആലോചിച്ചിട്ടല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽഡായത്. വെറുതെ വെള്ളം കുറച്ച് അങ്ങോട്ട് വിടുക, അല്ലെങ്കിൽ വെള്ളം തുറന്ന് വിടുക എന്നല്ല. ഇത് IIT റൂർക്കി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രോസസ്സ് ഇതിനെക്കുറിച്ച് പഠിച്ചും വർഷങ്ങളായിട്ട് പഠിച്ചുമൊക്കെയാണ് ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വലിയ കാര്യങ്ങൾ നമ്മളിവിടെ ചെറിയ ചർച്ചകൾ നടത്തി തീരുമാനിക്കാനൊക്കില്ല. അത് എക്സ്പേർട്സ് തീരുമാനിക്കും. ഇപ്പോൾ താങ്കളുടെ ഹർജികളിൽ താങ്കൾ കൃത്യമായിട്ട് ഊന്നുന്നത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ്. അത് സുരക്ഷിതമല്ല അണക്കെട്ട് എന്ന ബോധ്യം
സുപ്രീം കോടതിക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അത് വിദഗ്ധ സംഘങ്ങളെ കൊണ്ട് പരിശോധിച്ച് കോടതി ബോധ്യപ്പെട്ടോട്ടെ എന്ന രീതിയിലുള്ള വാദമുഖങ്ങളാണ് ഉന്നയിക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോഴും കഴിഞ്ഞ ദിവസവും ജലവിഭവ മന്ത്രി പറയുന്നത് കേട്ടു, ഇപ്പോൾ ഒരു കേരളത്തിന് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ പഴയ കരാർ 1886 കരാർ പുനഃപരിശോധിക്കുവാനുള്ള സാധ്യതയുണ്ട്, അത് കാലഹരണപ്പെട്ടു പോയി എന്ന് കോടതിക്ക് ബോധ്യപ്പെടുമെന്ന്. പക്ഷേ ഇതൊക്കെ കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യമല്ലേ? നേരത്തെ തന്നെ ഈ 1886 കരാറിനെ കുറിച്ച് കോടതി പഠിക്കുകയും കഴിഞ്ഞ ഉത്തരവിലൊക്കെ അത് കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ സാധുവാണ് എന്നുള്ള കാര്യം തന്നെയാണ്. ഇനിയും നമ്മൾ അതിൽ തലപുണ്ണാക്കേണ്ട ആവശ്യമുണ്ടോ? സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിയൊക്കെ പറയുന്ന പോലെ ഈ സുരക്ഷാ ആസ്പെക്റ്റിനല്ലേ ബലം നൽകേണ്ടത്? അത് പക്ഷേ സംസ്ഥാന സർക്കാരിന് കഴിയുന്നുണ്ടോ ഇല്ലയോ? ഡോക്ടർ ജോ ജോസഫ്, സുരക്ഷാ ആസ്പെക്റ്റിന് തന്നെയാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്, അതിനൊരു സംശയമില്ല. പക്ഷേ ആ ലീസ് ഡീഡ് പുനഃപരിശോധിക്കാനായിട്ട് സർക്കാർ എടുക്കുന്ന നടപടി സ്വാഗതാർഹമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയാണ്, 5 അംഗ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഈ ലീസ് ഡീഡ് നിലനിൽക്കും എന്ന് കണ്ടുപിടിച്ചാണ്. എങ്കിൽ കൂടെ അതിനൊരു അറ്റംപ്റ്റ് നടത്തുന്നതിൽ പിന്നെ തെറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ഇതിനകത്ത് പല ആസ്പെക്ട്സ് ഉണ്ട്. അതിൽ ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 7(1)B എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ അനുസരിച്ച് ഈ പഴയ കരാറുകളെല്ലാം പിന്നെ റദ്ദ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അത് സുപ്രീം കോടതി പരിശോധിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് അത് പഴയ കരാറുകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ പൊളിറ്റിക്കൽ കരാർ മാത്രമാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതവർ വളരെ വിശദമായിട്ട് പഠിച്ച് തന്നെ പറഞ്ഞു. ഞാൻ അതിൻ്റെ അകത്ത് വലിയ തെറ്റുണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ പൊളിറ്റിക്കൽ കരാർ മാത്രമേ ഉള്ളൂ, അതോ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതല്ല. ഇപ്പോൾ ലീസ് ഡീഡ് ഒന്നുകൂടെ പുനഃപരിശോധിക്കുന്നത് 2014 ഉത്തരവിൽ കൃത്യമായിട്ട് 2014 ഉത്തരവ് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഈ 1970-കളിൽ അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ ഇത് കരാർ പുതുക്കിയതിനെ കുറിച്ച് കൃത്യമായിട്ട് വാദം നടന്നിട്ടുണ്ട്. അപ്പോൾ കോടതിയുടെ മുന്നിൽ അത് വന്നു കഴിഞ്ഞതാണ്, ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നിൽ. അത് തീർച്ചയായിട്ടും ശരിയാണ്. അത് ഞാൻ മഞ്ജുഷ പറയുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. എങ്കിലും അതൊന്ന് അജിറ്റേറ്റ് ചെയ്ത് എന്തെങ്കിലും സാധ്യത ഉണ്ടോ നോക്കുന്നത് നല്ലത് തന്നെയാണെന്നുള്ള എൻ്റെ അഭിപ്രായം. ശരി, താങ്കളൊരു പുതിയ ക്യാമ്പയിൻ തുടങ്ങുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു, അതൊന്നുകൂടി വ്യക്തമാക്കാമോ? എന്ത് തരം ക്യാമ്പയിനാണ്? പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്, ഒപ്പ് ശേഖരണം നടക്കുന്നുണ്ട്. ഇതൊക്കെ പല വഴിക്കുള്ള കുറേ സമര രീതികൾ എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം. താങ്കൾ എന്താണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ ഈ ക്യാമ്പയിൻ ഉദ്ദേശിച്ചത് ഇപ്പം അത്യാവശ്യമായിട്ട് അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യം ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നുള്ളതാണ്. അത് അകറ്റിയേ പറ്റുള്ളൂ. ഇവിടെ എവിടെ ചെന്നാലും ഇത് തന്നെയാണ് ചർച്ച. ജനം വളരെയധികം പേടിച്ചിരിക്കുകയാണ്. ആ ആശങ്ക തൽക്കാലത്തേക്കെങ്കിലും മാറ്റാനായിട്ട് പിന്നെ എന്തെങ്കിലും ഒരു സംവിധാനം വേണം. ഇടുക്കി MP ഡീൻ കുര്യാക്കോസും അദ്ദേഹം വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ട ഒരാളാണ്. ഞാൻ അദ്ദേഹമായിട്ടൊന്ന് സംസാരിച്ചിട്ട് തൽക്കാലത്തേക്കെങ്കിലും ജനങ്ങൾക്ക് ഈ ഭയം മാറാൻ ഒരു 2 ദിവസമെങ്കിലും ഓരോ ഈ MLA-മാർ അവിടെ താമസിച്ച് ഈ വള്ളക്കടവിലോ അല്ലെ പിന്നെ വണ്ടിപ്പെരിയാറോ താമസിച്ച് ജനങ്ങൾക്കൊരു കോൺഫിഡൻസ് കൊടുക്കട്ടെ. അല്ലാതെ ജനങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, MLA-മാരെല്ലാം തിരുവനന്തപുരത്താണ് അല്ലെ വേറെ എവിടെയെങ്കിലും ആണ്, അതുകൊണ്ട് പിന്നെ അവർക്ക് അതിനകത്തൊരു ഇതില്ല. ഇപ്പം അത്യാവശ്യമായിട്ട് വേണ്ടത് ജനത്തിന് കോൺഫിഡൻസ് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ഒരു ഫിയർ സൈക്കോസിസിലേക്ക് പോവുകയാണ്. ഇപ്പം ഉള്ള ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ഡാമുകളും, മുല്ലപ്പെരിയാറല്ല എല്ലാ ഡാമുകളും ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ്. അപ്പം അങ്ങനെ പോകാതെ സർക്കാർ നോക്കണം. അല്ല, ഡീകമ്മീഷനിങ് എന്നുള്ള കാര്യം ഇപ്പോൾ പൊടുന്നനെ സാധിക്കുന്ന ഒന്നാണെന്ന് താങ്കൾ എന്തായാലും കരുതുന്നില്ലല്ലോ അല്ലേ? ഈ ഒരു ആവശ്യം നമുക്ക് ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കാം എന്നുള്ളതല്ലാതെ തമിഴ്നാടിന് അനുകൂലമായിട്ട് കോടതി വിധി നിൽക്കെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുവാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയല്ലേ? അത് തീർച്ചയായിട്ടും ഡീകമ്മീഷനിങ് ഒന്നും ഉടനെ നടക്കുകയില്ല. പിന്നെ കോടതി വിധികളും സമയമെടുക്കും. പിന്നെ തമിഴ്നാടുമായിട്ട് ചർച്ച നടത്താം. ഞാനിപ്പോൾ പറഞ്ഞത് അത്യാവശ്യമായിട്ട് ജനത്തിന് വേണ്ട കോൺഫിഡൻസ് ആണ്. അപ്പോൾ അത് പിന്നെ MLA-മാരും സർക്കാരും ഒക്കെ ഉയർത്തെണീറ്റ് അവർ ഈ ഡാം സേഫ് ആണെന്നുള്ളത് അവർ ബോധ്യപ്പെടുത്തട്ടെ. അതിന് ഏറ്റവും നല്ല മാർഗ്ഗം അതിൻ്റെ അടിയിൽ കുറച്ച് പേര് പോയി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് എൻ്റെ അഭിപ്രായം. ഇവിടെ താങ്കൾ ഉദ്ദേശിച്ചത് മുല്ലപ്പെരിയാർ ആ ഡാം സൈറ്റിൻ്റെ അവിടെയാണോ, അതോ ഈ പറയുന്ന വള്ളക്കടവ് മേഖലകളിൽ അവിടെ പോയി താമസിച്ച് അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാറിലേക്ക് നമുക്ക് അനുമതി ഇല്ലല്ലോ, അവിടേക്കല്ലേ അവർ കോൺഫിഡൻസ് കൊടുക്കണം. ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലേ, ജനവാസ മേഖലകളിൽ ഇല്ല. വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ ആ ഏരിയയിൽ ജനവാസ മേഖലയിൽ അത് ജനങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ.
ശരി, ജനങ്ങളുടെ ഷാജി ഭയം പി ഇവര് ജോസഫ് ഇങ്ങനെ ഒരു മനസ്സിലാക്കുന്നില്ല. ഇത് വല്ലാത്തൊരു ഭയമാണ്. ഇവര് ഇങ്ങനെ എവിടെ ഒരു ക്യാമ്പയിൻ ചെന്നാലും നിർദ്ദേശം പടക്കം- നൽകുകയാണ് ഡോക്ടർ ജോസഫ്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? ജോ ജോസഫ് സാർ കൊടുത്ത കേസിലല്ലേ കേരളത്തിന് അനുകൂലമായ മുല്ലപ്പെരിയാറിൽ ചരിത്രത്തിലായി നമുക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ കഴിഞ്ഞത്. അതെ, ഇന്ന് ആ ഡാമിന്റെ മേളിൽ നമുക്ക് കയറി നിൽക്കണമെന്നുണ്ടെങ്കിൽ ജോസഫ് സാർ കൊടുത്ത ഹർജിയില്ലായിരുന്നെങ്കിൽ നമുക്ക് റൂർക്കവ് ലഭിക്കുമായിരുന്നു. നമുക്ക് ഈ കാലം അത്രയും മുല്ലപ്പെരിയാറിന്റെ ഓപ്പറേറ്റിംഗ് മാനുവൽ എവിടുന്നാണെന്ന് ഇതിനെ കുറിച്ച് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം കൃത്യമായിട്ടൊരു വെൽ സ്റ്റഡിയാണ് നടത്തിയത്. അദ്ദേഹം പ്രൈവറ്റ് കേസിലൂടെ സുപ്രീം കോടതിയിൽ പോയി ചെറിയ തുക മുടക്കി ഈ കേസിന് അനുകൂലമാക്കാൻ കഴിഞ്ഞ 79 മുതൽ കെ സി തോമസ് സാറിന്റെ കാലം മുതൽ നമ്മൾ നടത്തുന്ന ഈ ചർച്ചയിൽ എത്ര കോടി രൂപയാക്കി ഇന്ത്യയിലെ മിടുക്കന്മാരായ വക്കീലന്മാർക്ക് നമ്മൾ കൊണ്ട് വെറുതെ തൊലച്ചു. അതിനുശേഷം റിസർച്ച് കൊടുത്തൊരു കേസ് 18 പ്രളയം വന്ന സമയത്ത് എടുത്തില്ലേ? ഞാൻ ഹർജിക്കാരനായി കൊച്ചി ബേസ് ചെയ്തുള്ള സുരക്ഷാ പബ്ലിക് ചാരിറ്റബിൾ കൊടുത്ത കേസ് ഇപ്പോഴും കോടതിയിലുണ്ട്. അത് അടുത്ത മാസം വീണ്ടും വിളിക്കുമെന്നുള്ള രീതി ഞങ്ങളുടെ വക്കീല് വിൽസൺ മാത്യു സാർ തന്നെ ഞാൻ തോന്നുന്നു ജോസഫ് സാറിന്റെ വക്കീലും. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൃത്യമായി അവധാനത്തോടെ ഈ വിഷയത്തെ സമീപിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ തമിഴ്നാടിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വന്ന കാലം മുതലുള്ള ആ സ്നേഹബന്ധം ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതിന് പറ്റുന്നൊരു സാഹചര്യം നമുക്കിപ്പോൾ ഉണ്ട്. അത് ബോധ്യപ്പെടുത്താനുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാകേണ്ടത്. അത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഈ ജോസഫ് സാർ പറഞ്ഞ പോലെ ജനങ്ങളുടെ ആശങ്കകൾ അകറ്റുവാൻ നമ്മൾ അവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപനങ്ങൾ നടത്താതെ വിഷയങ്ങളിലേക്ക് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയാതിരിക്കുകയും ചെയ്യുന്നതിനപ്പുറം അവിടെ വന്ന് ഒരാഴ്ച വള്ളക്കടവുകാരോടൊക്കെ ഒന്ന് താമസിച്ച് അവരുടെ ആശങ്കകളൊക്കെ ഒന്ന് മനസ്സിലാക്കി അവരോടൊന്ന് ഇടചേർന്ന് നിന്നാൽ ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളൊരു തോന്നലെങ്കിലും അവർക്കുണ്ടാകും. അത് ജോസഫ് സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പണ്ടും ഞങ്ങൾ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയതാണ്. ഈ കേരളത്തിലെ 140 MLA-മാർക്ക് 2 ദിവസം വള്ളക്കടവിലെ നമ്മുടെ ഫോറസ്റ്റിന്റെ ഇഷ്ടംപോലെ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്രമ കേന്ദ്രങ്ങളുണ്ട്. അവിടെ വന്ന ഒരു 2 ദിവസം ഇതുപോലത്തെ ക്രൂഷ്യൽ സ്റ്റേജ് വരുന്ന സമയത്ത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ വരാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ശരി, ശ്രീ സേനാപതി വേണു, സർക്കാരുകൾ നടത്തിയ കേസുകളേക്കാൾ ബലം കിട്ടിയത് ഡോക്ടർ ജോസഫിന്റെ പോരാട്ടത്തിനായിരുന്നു. താങ്കൾക്ക് ഡോക്ടർ ജോസഫിനെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മുൻ ജലവിഭവ മന്ത്രി കൂടിയായ ശ്രീ പി ജെ ജോസഫിന്റെ കുടുംബത്തിലെ ആൾ തന്നെയാണ്. ശ്രീ സേനാപതി വേണു, പി ജെ ജോസഫ് അന്ന് പറഞ്ഞതാണല്ലോ ഒരു വലിയ വികാരമായിട്ട് ജനങ്ങൾ ഏറ്റെടുത്തത്. അദ്ദേഹമാണല്ലോ ഈ മുല്ലപ്പെരിയാറിന്റെ പ്രശ്നം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നതും. അതിൻ്റെ പേരിൽ ഒട്ടനവധി കളിയാക്കലുകളും അദ്ദേഹം നേരിടേണ്ടി വരികയുണ്ടായിട്ടുണ്ട്. ശ്രീ സേനാപതി വേണു, അപ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ളവരുടെ പോരാട്ടങ്ങളാണ് ഇപ്പോൾ ഈ കേസിനെ സജീവമായി നിർത്തുന്നത്. അത് പൊതുസമൂഹം അറിയാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. സർക്കാരുകൾ ഓരോന്ന് പറയും, മന്ത്രിമാർ ഓരോന്ന് പറയും, അവകാശവാദം ഉന്നയിക്കുമെന്നല്ലാതെ സംസ്ഥാന സർക്കാരുകൾക്ക് കോടതിയിൽ നിന്ന് ഒരു മേൽക്കൈയും കിട്ടിയിട്ടില്ല മുല്ലപ്പെരിയാർ കേസിൽ. അല്ല മഞ്ജുഷെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാർ ഒരിക്കലും മുല്ലപ്പെരിയാർ ഇഷ്യൂവായിട്ടൊരു കേസിൽ പോയിട്ടില്ല. മറ്റ് കക്ഷികൾ കൊടുക്കുന്ന കേസിൽ സംസ്ഥാന സർക്കാരിനെ എന്താ പറഞ്ഞ അതിനെ ഒന്ന് എതിർകക്ഷിയോ അല്ലെങ്കിൽ അവരെ കക്ഷി ചേർക്കണോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ മാത്രമേ കേരളത്തിൽ നിന്ന് അതിനൊരു ഒരു ഒരു വ്യത്യാസമായിട്ടുണ്ടായത് ഏതാണ്ട് 2006 ആ ഒരു കേസിൽ മാത്രമാണ്. പിന്നെ 2014 അപ്പൊ അതിനു മുമ്പ് ഒരു സംസ്ഥാന സർക്കാർ നേരിട്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും പോയിട്ടില്ല. അതിപ്പോ ഇടതുപക്ഷമെന്നോ അല്ലെങ്കിൽ UDF എന്നുള്ള വ്യത്യാസമൊന്നും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോ പ്രായോഗികമായ 2 കാര്യം എന്റെ സ്നേഹിതൻ ഷാജിയും ശ്രീ ജോസഫ് സാറും പറഞ്ഞു. ഞാൻ അതിന്റെ ഒരു പ്രായോഗികത അതാണ് ഞാൻ ഒരു അക്കാദമിക് ഇൻട്രസ്റ്റിൽ ചർച്ച ചെയ്യാനായിട്ട് വന്നത്. ഇപ്പൊ ഇവിടെ ചിലരൊക്കെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞത് കക്കി ഡാമിൽ നിന്ന് ഇത് ഈ കേരളത്തിൽ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷന്റെ ടെറൈൻ മനസ്സിലാക്കാത്ത ആളുകളാണ്. കക്കി ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകണമെങ്കിൽ ഒരു 10-50 കിലോമീറ്റർ എങ്കിലും ഭൂമിക്കടിയിലൂടെ കുഴിക്കേണ്ടതായിട്ട് വരും. എനിക്ക് തോന്നുന്നത് കുളമാവിലെ ടണല് മൂലമറ്റത്ത് എത്തുന്നതിന്റെ ഇരട്ടി ദൂരം തുറന്നുവെങ്കിൽ മാത്രമേ ഭൂമിക്കടിയിലൂടെ ഈ കക്കി ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കാനായിട്ട് കഴിയൂ. എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ ജോസഫ് സാർ പറഞ്ഞൊരു കാര്യത്തിൽ എൻ്റെ ഒരു വിയോജിപ്പ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഇത്, അതായത് മുല്ലപ്പെരിയാർ ഡാമിൽ 108 അടി വെള്ളം നിറയുമ്പോഴാണ് ഈ തമിഴ്നാട്ടിലേക്കുള്ള ടണലിന്റെ ഏറ്റവും ലോവസ്റ്റ് വെള്ളം പോകുന്നത്. 108 അടിയിൽ താഴെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ആ ടണൽ ഇപ്പോഴെ നിലവിലുള്ള ടണലിൽ കൂടി പോകാൻ പറ്റത്തില്ല. അത് 108, 109, 116, 20, 25, 32 ആകുമ്പോഴാണ് ഈ ടണലിലൂടെ വെള്ളം പോകാൻ കഴിയുന്നത്. ഞാൻ CP റോയി അന്ന് ഉയർത്തിയത്. ഇപ്പൊ ഞാൻ ഇതിൻ്റെ അകത്തൊരു ചർച്ച ചെയ്യുന്ന കഴിയുമ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ നമ്മുടെ ഒരു സംശയവും അത് പൊതുസമൂഹമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇപ്പോ കക്കിയിൽ നിന്ന് 46 കിലോമീറ്റർ നീളത്തിൽ അല്ലെങ്കിൽ 50 കിലോമീറ്റർ നീളത്തിലെ ടണൽ വേണ്ട. ഈ ടണലിന്റെ ദൂരം എന്ന് പറയുന്നത് കുമളിയിൽ 6300 അടി മാത്രമേ ഉള്ളൂ. അവിടെ
ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഈ ഇപ്പോൾ നിലവിലുള്ള ഈ 108 നിന്ന് ഒരു 50 അടി കൂടി ഈ ടണലിന്റെ ഡെപ്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാല് ഒരു മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നമുക്കൊരു 120 110 അടിയായി തമിഴ്നാട്ടിന് വെള്ളം കൊണ്ടുപോകുന്നതിന് ഒരു തടസ്സവുമില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ല? ഷാജി ഇവിടെ സൂചിപ്പിച്ച ഞാൻ അതിന് പ്രശ്നമുണ്ട് ശ്രീ സേനാപതി വേണു. തമിഴ്നാടിന് ആവശ്യമുള്ള സമയത്താണ് അവർ കൊണ്ടുപോകുന്നത്. അവിടെ വൈഗാ ഡാം നിറഞ്ഞു കിടക്കുന്ന സമയത്ത് അവർ മുല്ലപ്പെരിയാറിലെ വെള്ളം എടുക്കാറില്ല. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥയും മഴയും നോക്കിയാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് അവർ വെള്ളം കൊണ്ടുപോകുന്നത്. അത് അവർക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടുമെന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ റിസർവോയറിൽ എപ്പോഴും വെള്ളം സംഭരിച്ച് വെക്കണമെന്നുള്ള ആവശ്യം അവർക്കുള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് ജോൺ പെനികുക്ക് ഇത് നിർമ്മിക്കുമ്പോൾ അന്നത്തെ കാലത്തെ അദ്ദേഹത്തിന് ലഭ്യമായ സാങ്കേതിക വിദ്യ പ്രമാണിച്ച് 4 ടണലാണ്. ടണലിന്റെ എണ്ണം 8 ആക്കട്ടെ. നിലവിലെ 108 നിന്നുള്ളത് അത് കുറച്ചുകൂടി താഴ്ത്തി ഒരു 65 അല്ലെങ്കിൽ 80 അടിയിൽ എത്തുമ്പോഴേക്കും വെള്ളം തമിഴ്നാട്ടിലേക്ക് പോകേണ്ട ആ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിന് വെള്ളം കൊണ്ടുപോവുകയും ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇത് ഈ 130 136 അടിയിലോട്ട് വരുമ്പോഴല്ലേ മനുഷ്യൻ താഴെ നിൽക്കുന്ന ആളുകൾ അവർ ഭയത്തോടു കൂടിയല്ലേ, ഉത്കണ്ഠയോടു കൂടിയല്ലേ, ഈ തുംഗഭദ്രയുടെ വരവോടുകൂടി ആളുകൾ ഭയചകിതരല്ലേ. അപ്പോ ആ ആളുകളുടെ ഭയം മാറ്റാനായി താൽക്കാലികമായിട്ടെങ്കിലും പ്രായോഗികമായി ചെയ്യേണ്ട ഒരു കാര്യം, ആ പ്രായോഗികമായി ചെയ്യേണ്ട കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് അതിന്റെ പ്രൊപ്പോസലുകൾ വെക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഉന്നതാധികാര സമിതി മുമ്പാകെ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട്, അപ്പൊ 120 അടിയിൽ ഡാമിലെ വെള്ളം നമുക്ക് നിജപ്പെടുത്തി നിർത്താം, തമിഴ്നാട്ടിലേക്ക് ആവശ്യമായിട്ട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് വെള്ളം കൊണ്ടുപോകാം. അതിന് വൈഗാ ഡാം മാത്രമല്ല, തമിഴ്നാട് മറ്റ് ചെറുതും വലുതുമായിട്ടുള്ള മറ്റ് ഡാമുകളൊക്കെ പണിത് അവർ വെള്ളം സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 18ാം കനാൽ പണിതിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ഇറച്ചേൽ പാലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം, ഇപ്പൊ 4 കുഴൽ കൂടിയാണ് വെള്ളം പോകുന്നത്. അത് 8 ആക്കി, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഇത് താഴ്ത്തിയിട്ട് വെള്ളം തിരിച്ചുവിടുകയും ഇപ്പോൾ ഈ മലയ്ക്ക് മുകളിൽ ഈ സമുദ്രം പോലെ കെട്ടിക്കിടക്കുന്നതിന്റെ അളവ് കുറച്ചുകൂടി കുറയ്ക്കുന്നതിനുള്ള പ്രായോഗികമായ സമീപനം അത് തമിഴ്നാട് ഗവൺമെന്റിനെ ഇൻസിസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുമോ എന്ന നിലയിലേക്ക് കൂടി ചർച്ചകൾ പോകേണ്ടതല്ലേ എന്നുള്ളതാണ്. ശരി, ശ്രീ സേനാപതി വേണു, പക്ഷേ നിലവിലെ സ്ഥിതിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് പോലും അനുകൂലമായ ഒരു ഉത്തരവ് കിട്ടിയിരിക്കെ തമിഴ്നാട് മറ്റൊരു രീതിയിലുള്ള സൊല്യൂഷനിലേക്ക് അവർ ചിന്തിക്കുമെന്ന് പോലും പറയാൻ കഴിയുകയില്ല. കാരണം ഓരോ കാര്യത്തിലും ഈ നിയമ നടപടികളിലൂടെ ഈ കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയൊക്കെ എഡ്ജ് കിട്ടുന്നത് തമിഴ്നാടിനാണല്ലോ. ശ്രീ ഷാജി പി ജോസഫ്, ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഒരു സെക്കൻഡോടെ അല്ല, നമ്മുടെ മുമ്പിൽ പുതിയൊരു സാഹചര്യം, ഞാൻ ഒറ്റ സെക്കൻഡ്, ഷാജിയുടെ സമയം അപകരിക്കില്ല. നമ്മുടെ മുമ്പിൽ പുതിയ സാഹചര്യം നിൽക്കുന്നത് തുംഗഭദ്ര ഡാം അതിന്റെ ഷട്ടറിന്റെ തകർച്ചയും അതുപോലെ തന്നെ വയനാട്ടിലെ കൊടിയ പ്രളയവും അനുഭവം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ പുതിയ സാഹചര്യം സംജാതമായിരിക്കുന്നല്ലോ. ശരി, ശ്രീ ഷാജി പി ജോസഫ്, ബദൽ നിർദ്ദേശങ്ങൾ ഒരിക്കലും തമിഴ്നാട് സമ്മതിക്കാറില്ല. അവരിപ്പോൾ ഈ പുതിയ ഡാമിന്റെ കാര്യത്തിൽ അവർ നോ എന്നുള്ള അഭിപ്രായക്കാരാണ്. അതുപോലെ തന്നെ ഈ വെള്ളം ഈ രീതിയിലല്ലാതെ ഇപ്പോൾ 136 അടിയിൽ ക്രമീകരിച്ചുകൊണ്ട് വെള്ളം തമിഴ്നാടിന് കൊടുക്കുന്നതിനെ അതിനോടും അവർക്ക് യോജിപ്പില്ല. അവർക്ക് എപ്പോഴും 142 വരെ എത്തിച്ച് ബലപ്പെടുത്തലിലൂടെ അവിടെ നിന്ന് 152 അടി വരെ എത്തിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഏത് ബദൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിലയിലാണല്ലോ തമിഴ്നാടിന്റെ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായുള്ള ഒരു സമീപനം. അതെ, അത് ശരിയാണ്. അത് ഇവിടെ വെളിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പം ഈ ടണൽ നിർദ്ദേശം എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ വിധി വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് KT തോമസ് സാറിന്റെ വീട്ടിലെ സ്ഥിര സന്ദർശകനായിരുന്നു ഞങ്ങളുടെ പഴയായിരുന്ന ചെയർമാൻ P. Q. റോയ് സാറ്. അവസാനം സഹിഘട്ടം കണ്ട ഒരു ബദൽ നിർദ്ദേശമായിട്ട് അദ്ദേഹം ഇത് എഴുതി ചേർന്നു. തമിഴ്നാട് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വേണുചേട്ടൻ ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചു, അത് വേണുചേട്ടൻ ഒന്നും കൂടെ ക്ലിയർ ആകാനായിട്ട് ഞാൻ ഒന്നും കൂടെ സൂചിപ്പിച്ചത്. തമിഴ്നാട് ഏറ്റവും കൂടുതൽ ജലം ആവശ്യം വരുന്ന ഒരു സമയം വേനൽ കൃഷിക്കാണ്, 2ാം കൃഷിക്കുള്ള ആവശ്യത്തിനാണ്. ആ 2ാം കൃഷിയുടെ വെള്ളമാണ് ക്രൂഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ഇവിടെ കാലവർഷം തകർത്ത് പെയ്യുമ്പോൾ, പ്രത്യേകിച്ച് തുലാവർഷം പെയ്യുമ്പോഴാണ് ഈ വെള്ളം അവർക്ക് ശേഖരിച്ച് വെക്കേണ്ടത്. അപ്പോഴാണ് നമുക്കിവിടെ ഭയരഹിതമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്, മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മറ്റുള്ള സാഹചര്യങ്ങളും. ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്താണ്? അതിനൊരു നിർദ്ദേശമാണ് ശരിക്കും പരിഹാരമായി ഉണ്ടാകേണ്ടത്. അത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ നിസ്സഹായര. അത് ടണലെങ്കിൽ ടണല്, കക്കി വഴി തിരിച്ചെങ്കിൽ കക്കി വഴി, അല്ലെങ്കിൽ പരിഹാരമായി എന്ത് മാർഗം സ്വീകരിക്കുവാൻ കഴിയുമോ? ഭയത്തോടെ നിൽക്കുന്ന ജനങ്ങളോട് ടണൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ധരിപ്പിക്കുകയും അല്ലാതെ കക്കി വഴി വെള്ളം കൊണ്ടുപോകാമെന്ന് ധരിപ്പിക്കുകയും ചെയ്യുന്നല്ലാതെ ഇതിലേക്കൊരു ചർച്ച കാണുന്നില്ല. ഞാൻ പറഞ്ഞത് സുപ്രീം കോടതിയുടെ വിധി യഥാവിധി തുടരുകയാണ്. ആ വിധി ന്യായം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ ഫെഡറൽ സംവിധാനങ്ങളും നമ്മുടെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവും എല്ലാവരും ചർച്ച ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നിസ്സഹായരായി കഴിയുന്ന ഒരു പറ്റം മനുഷ്യര് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവർ, ഇതിനെ നേരിൽ കണ്ടവർ, എത്ര പ്രളയത്തെ അതിജീവിച്ചവരാണ്. 18ലേക്ക് പ്രളയത്തിന് ഈ നാട്ടിലുണ്ടായ ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി ആരും അറിയാതെ തമിഴ്നാട്ടിൽ നിന്നും
തമിഴ്നാട് കേരളത്തിന്റെ അന്ന് നമുക്ക് മാനുവൽ കിട്ടാത്തതുകൊണ്ടായിരിക്കാം അവിടെ അധിക ജലം തുറന്നു വിട്ടതിനുണ്ടായ ഒരു സാഹചര്യമാണ് അന്ന് ഇടുക്കിയിൽ നിന്നും അധിക ജലം നമുക്ക് തുറന്നു വിടേണ്ടി വന്നത്. അത് ചാലക്കുടിയെയും ആലുവയും ഒപ്പം തൃശ്ശൂരിന്റെ പ്രധാനപ്പെട്ട തീരദേശ മേഖലയെ വാഷ് ഔട്ട് ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോ വലിയൊരു ദുരന്തം നമുക്ക് മുന്നിൽ നിൽക്കുന്നത് നമ്മൾ ചർച്ചകളിലൂടെ പോകാതെ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന നിലയിൽ ഈ വിഷയത്തിനെ ഗൗരവമായി കാണണം. അതുകൊണ്ട് ക്യാമ്പയിനുകളൊക്കെ നല്ലതാണ്, ക്യാമ്പയിനുകൾ പരിഹാരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ആകണമെന്ന്. ശരി, നന്ദി ശ്രീ ഷാജി പി ജോസഫ്, ശ്രീ സേനാപതി വേണു, ഡോക്ടർ ജോ ജോസഫ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: മുല്ലപ്പെരിയാർ ഡാം ആശങ്കയകറ്റാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നുണ്ടെന്ന് 12% പ്രേക്ഷകർ മാത്രം, സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്ന് 86% പ്രേക്ഷകർ. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്.